വിശുദ്ധ വേദപുസ്തകത്തിൽ ധന്യനായ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ താഴോട്ട് 17 വരെ എല്ലാവരും തുറന്ന് വായിക്കുമ്പോൾ ഒരാൾക്ക് മൈക്കിലൂടെ വായിച്ച് സഹായിക്കാമല്ലോ. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ധൂപപീഠത്തിൻ്റെ വലത് ഭാഗത്ത് നിൽക്കുന്നവനായി അവന് പ്രത്യക്ഷനായി. സെക്കരിയാവ് അവനെ കണ്ട് ഭ്രമിച്ച് ഭയപരവശനായി. ദൂതൻ അവനോട് പറഞ്ഞത്, സെക്കരിയാവേ, ഭയപ്പെടേണ്ട. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. അവൻ്റെ ജനത്തിങ്കൽ പലരും സന്തോഷിക്കും. അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവനാകും. വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിലേക്ക് തിരിച്ചു വരുത്തും. അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുകൊണ്ട് ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി ഏലിയാവിൻ്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. ഒരു നിമിഷം വായിച്ച തിരുവെഴുത്തിൽ നിങ്ങളുടെ കരങ്ങൾ വെച്ച് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹൃദയത്തിൻ്റെ അകത്തു നിന്ന് ഉയരുന്നൊരു പ്രാർത്ഥന അതിരത്തിലൂടെ പുറത്തു വരട്ടെ. ഒരാൾ പോലും മൗനമായിരിക്കാതെ ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിച്ചേ. സെക്കരിയാവിൻ്റെ അടുക്കൽ ഒരു ദൂതൻ ഇറങ്ങി നിന്റെ പ്രാർത്ഥനയ്ക്കും ഉത്തരമായി എന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് പകൽ ഇവിടെ കൂടി വന്ന നിന്റെ പ്രാർത്ഥനയ്ക്കും ഉത്തരം തരുവാൻ ഒരു ദൂതനെ നിന്റെ അടുക്കിലേക്ക് ഇറക്കേണ്ടതിന് സ്വർഗം നിനക്ക് വേണ്ടി ഒരു ആജ്ഞ പുറപ്പെടുവിക്കുന്ന പകലായിരിക്കാൻ വിശ്വാസത്തോടെ എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. നാളുകളായി നിറവേറാതെ കിടക്കുന്ന നിന്റെ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഈ പകൽക്കാലം ദൈവത്തിൻ്റെ മറുപടി വെളിപ്പെടുവാൻ എല്ലാവരും ഒരു നിമിഷം ദൈവത്തോടെ പ്രാർത്ഥിക്കട്ടെ. നല്ല കർത്താവേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ ശ്രേഷ്ഠദാസൻ്റെ ഹൃദയത്തിൽ ദൈവം നൽകിയ വലിയ വെളിപ്പാടിൻ്റെയും ദർശനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥനയുടെ മഹത്തായ 3-ാമത്തെ പകൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി ഏഴപാതപിടമായിരിക്കുന്നു. ഭൂമിയും ആകാശവും മാറിയാലും മാറ്റമില്ലാത്ത അങ്ങയുടെ വചനത്തിൻ്റെ വെളിപ്പാടുകളെ ഈ പകൽ ഞങ്ങൾക്ക് നൽകണമേ. ജനം കേട്ട് ഹൃദയത്തിൽ ആഴമായ വിടുതൽ പ്രാപിച്ച് സന്തോഷിച്ച് മടങ്ങുവാൻ ദൈവം സഹായിക്കണമേ. ദൈവിക ദൂതുകളുടെ പ്രകാശനങ്ങളെ തടയുന്ന ദേശത്തെ കുടികുത്തി വാഴുന്ന സകല പൈശാചിക പോരുകളെ നിൻ്റെ അഭിഷക്ത ഗണമായി ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമർച്ച ചെയ്യുന്നു. ഈ ശബ്ദപരിധി ഇന്ന് രാത്രി പകൽ യഹോവയ്ക്ക് വിശുദ്ധമായി തീരട്ടെ. ഇരിക്കുന്ന ജനത്തിൻ്റെ ഭവനങ്ങൾ ദൂതന്മാരുടെ കാവലിലായിരിക്കട്ടെ. ഞങ്ങൾ വിട്ടുപോകുന്ന ഭവനങ്ങളിൽ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ നമ്മുടെ മറുപടികൾ വെളിപ്പെടട്ടെ. എതിരായിരിക്കുന്ന സകല പ്രതികൂലങ്ങളുടെ മേലും ഈ പകൽ ജയം കൽപ്പിക്കണമേ. മഹത്വം അങ്ങയ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ഒന്നുകൂടെ കരമുയർത്തി കർത്താവിനെ സ്തുതിക്കുമല്ലോ. വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ് ഈ പകൽ ഇവിടെ വായിപ്പാനിടയായിത്തീർന്നത്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തോടടുത്ത് ഏകദേശം 6 മാസങ്ങൾക്ക് പുറകിൽ നടന്ന ശ്രദ്ധേയമായ ഒരു ദൂതാണ് നാം ഈ പകൽക്കാലം വായിച്ചത്. കൂറിൻ്റെ ക്രമപ്രകാരം ആരാധനയ്ക്കായി നേതൃത്വം കൊടുക്കുന്ന സെക്കരിയാവെന്ന വന്യവയോധികനായ മനുഷ്യൻ ആരാധനാലയത്തിൽ തിരശ്ശീലയ്ക്കകത്ത് പ്രാർത്ഥനാധൂപം കാട്ടിക്കൊണ്ടിരിക്കുമ്പോൾ
ഒരു ദൂതൻ അവിടെ പ്രത്യക്ഷനായി. സെഖര്യാവിനെ പേര് ചൊല്ലി വിളിച്ചു പറഞ്ഞു, സെഖര്യാവേ, നീ ഭയപ്പെടണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. അവന് നീ യോഹന്നാൻ എന്ന പേരിടണം. അവൻ ജനിക്കുമ്പോൾ നിനക്ക് ഉല്ലാസവും സന്തോഷവും ഉണ്ടാകും. അവൻ്റെ ജനനത്തിങ്കൽ പലരും സന്തോഷിക്കും. നിനക്കുല്ലാസമുണ്ടാകും, സന്തോഷമുണ്ടാകും. അവൻ്റെ ജനനത്തിങ്കൽ പലരും സന്തോഷിക്കും. അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം അപ്പന്മാരിലേക്കും നിരപ്പ് പ്രാപിപ്പിക്കും. അനേകരെ അവൻ ദൈവത്തിങ്കലേക്ക് മടക്കി വരുത്തും. ഒരുക്കമുള്ളൊരു ജനത്തെ അവൻ കർത്താവിനായിട്ട് ഒരുക്കും. വളരെ ശക്തമായ ഈ ദൂത് സെഖര്യാവ് കേൾക്കുമ്പോൾ എന്തായിരുന്നു സെഖര്യാവിൻ്റെ പ്രാർത്ഥനാ വിഷയം? സാധാരണ മക്കൾ ഉണ്ടാകുന്നത് പോലെ ഒരു മക്കൾ ഉണ്ടാകുവാനല്ല സെഖര്യാവ് പ്രാർത്ഥിച്ച്. അന്ന് പുതിയ നിയമമില്ല. ഉൽപ്പത്തി പുസ്തകം മുതൽ മലാക്കി പ്രവചനം വരെയുള്ള 39 പുസ്തകങ്ങൾ മാത്രം ആശ്രയിച്ച് ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരുടെ ക്രമത്തിൽ സെഖര്യാവ് ശുശ്രൂഷിക്കുമ്പോൾ ഏറ്റവും ഒടുവിലത്തെ പുസ്തകമായ മലാക്കി പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം ശ്രദ്ധേയമായ ഒരു ന്യായവിധിയെക്കുറിച്ച് ഓർപ്പിച്ച് അതിനു മുമ്പായി ലോകത്തിൽ വരുവാൻ പോകുന്ന ഒരു ദൈവദാസനെ കുറിച്ചുള്ള ദൂത് പറഞ്ഞ പുസ്തകം അവസാനിക്കുക. ആ പ്രവചനം ഇങ്ങനെയാണ്. മലാക്കി 4:1. മലാക്കി 4:1. പുള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അപ്പോൾ അഹങ്കാരികളൊക്കെ സംഭവിക്കാൻ പോകുന്ന വലിയൊരു ന്യായവിധിയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് പഴയ നിയമ പുസ്തകം അവസാനിക്കുന്നത്. ചുള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. 5-ാമത്തെ വാക്യം. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പ്, വാക്യത്തിൽ പറഞ്ഞ യഹോവയുടെ വലിയതും ഭയങ്കരവുമായ നാൾ വരും മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഏലിയാ പ്രവാചകനെ അയക്കും. ഞാൻ വന്ന ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളിടും, മക്കളുടെ ഹൃദയം അപ്പന്മാരോട് നിരപ്പിക്കും. ശ്രദ്ധിക്കുക, മലാക്കി പ്രവചനം അവസാനിക്കുന്നത് വരുവാൻ പോകുന്ന വലിയൊരു ന്യായവിധിയെ കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകി. ആ സംഭവം നടക്കുന്നതിന് മുമ്പ് ലോകത്തിന് ഏലിയാവിന്റെ ആത്മാവോടെ വെളിപ്പെടാൻ പോകുന്ന ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞ് അവൻ്റെ ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ സംഭവിക്കുന്ന കാര്യം പറഞ്ഞ് ആ ദൂത് അവസാനിപ്പിച്ചപ്പോൾ സെഖര്യാവെന്ന ഭക്തനായ മനുഷ്യനും ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ ഒരു കുറവുമില്ലാത്ത താനും തൻ്റെ ഭാര്യ എലിസബത്തും പ്രാർത്ഥിച്ചത് സാധാരണ കുടുംബങ്ങൾ വിവാഹിതരായ ശേഷം ഉണ്ടാകുന്നത് പോലെ ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടിയല്ല. മലാക്കി എന്തു പറഞ്ഞ് അവസാനിച്ചോ ആ അവസാനിപ്പിച്ച പുസ്തകത്തിൽ പറയുന്ന തലമുറ ഈ ഭൂമി ജനിക്കുന്നതെങ്കിൽ അതെൻ്റെ മകനായി ജനിക്കണം എന്ന് താൻ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനാ വിഷയം ദൈവത്തിന് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ മറുപടി കൊടുക്കണമെങ്കിൽ ഈ ജനിക്കാൻ പോകുന്ന മകൻ യേശുക്രിസ്തുവിന് വഴിവെട്ടേണ്ടവനാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, പഴയ നിയമം എന്ന നിയമത്തിന് അറുതി വരുത്തി പുതിയ ഒരു നിയമത്തിന് വഴിവെട്ടേണ്ടവനാണ് വരാൻ പോകുന്നവൻ. അതുകൊണ്ട് പ്രാർത്ഥനാ വിഷയം ഇഷ്ടപ്പെട്ടെങ്കിലും വരുവാനുള്ളവൻ വരുമ്പോൾ മാത്രമേ ഇവൻ ജനിക്കാവൂ. അതുകൊണ്ട് ദൈവം പ്രാർത്ഥിച്ചവൻ്റെ ആയുസ് നീട്ടി, പ്രാർത്ഥിച്ചവളുടെ ആയുസ് നീട്ടി.
പുസ്തകം പറയുന്നു, പ്രാർത്ഥിച്ച് സെക്കരിയാവ് വയസ്സനായി. പ്രാർത്ഥിച്ച് എലിസബത്തിന് വളരെ വയസ്സ് ചെന്നു. പക്ഷേ വാഗ്ദത്തം നിൽക്കുക. ഒരു ദൂത് എനിക്ക് പ്രാരംഭത്തിൽ പറയാനുണ്ട്. നീ പ്രാർത്ഥിക്കുന്ന വിഷയം ദൈവത്തിന് ഇഷ്ടമായാൽ നാട്ടുകാർ നിന്റെ താടി കൂട്ടിക്കെട്ടും മുമ്പേ, നാട്ടുകാർ നിന്റെ മൂക്കിൽ പഞ്ഞി തിരികെ കയറ്റും മുമ്പേ, നാട്ടുകാർ നിന്റെ കണ്ണ് തിരുമ്മി അടയ്ക്കും മുമ്പേ വാഗ്ദത്തം നിവർത്തിക്കാൻ ഞാൻ പ്രസംഗിക്കുന്ന ദൈവം വിശ്വസ്തന എന്ന് ഉറപ്പുള്ളവർ ഇങ്ങനെ കൈയടിച്ചാൽ പോരാ, അഭിഷേകത്തോടെ കൈയടിക്കണം. ഇന്ന് പകൽ ദൈവം നിനക്ക് വേണ്ടി ഏറ്റവും ശ്രേഷ്ഠകരമായതൊന്ന് ശ്രദ്ധിച്ചേ. ഒരു വലിയ ന്യായവിധിക്ക് വേണ്ടി ഈ ഭൂമി ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ യഹോവയുടെ വലിയതും ഭയങ്കരവുമായ നാൾ വരും മുമ്പേ ഏലിയ പ്രവാചകന്റെ ആത്മാവോടുകൂടി ഒരുത്തൻ ഈ ലോകത്തിൽ വരും എന്നെഴുതി വെച്ച പ്രവചനം കരങ്ങൾ കോർത്തു പിടിച്ച് എലിസബത്തിന്റെ ഉദരത്തിൽ കൈവച്ച് സെക്കരിയാവെന്ന ഭക്തനായ മനുഷ്യൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥന വർഷങ്ങൾ നീണ്ടു. തന്റെ ശുശ്രൂഷ കാലഘട്ടം തീരാൻ പോകുന്നു. താൻ വളരെ വാർദ്ധക്യത്തിലായി. ഫിസിക്കലായി പറഞ്ഞാൽ ശാരീരിക ഘടനയനുസരിച്ച് സെക്കരിയാവിന് ഇനി ഒരു തലമുറ ജനിക്കാനുള്ള സാധ്യതയില്ല. എലിസബത്തിന്റെ ഗർഭപാത്രത്തിൽ ഇനി ഒരു ശിശു ഉരുവാകുവാൻ സാധ്യതയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ പ്രാർത്ഥന കേട്ട ദൈവം പറഞ്ഞു, സെക്കരിയാവേ നീ ഭയപ്പെടേണ്ട. അടുത്തിരിക്കുന്ന ആൾ കൈ കൊടുത്ത് പറഞ്ഞേ, നീ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ്. ആ പറയുന്നതെങ്കിലും ഭയപ്പെടാതൊന്ന് പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നോക്കിയേ, ദൈവം ഒരു ദൂത് കൽപ്പിച്ചാൽ അതിൻ്റെ ആദ്യം പറയുന്നത്, ഞാൻ ദൂത് നിവർത്തിക്കാൻ പോകുകയാണ്, പക്ഷെ നീ ഭയപ്പെടേണ്ട. സ്തോത്രം പറയണം. ഇന്നത്തെ നിന്റെ രോഗത്തിൻ്റെ കാര്യം നിന്റെ ഡോക്ടർ പറഞ്ഞു കേട്ട് നീ വെരുണ്ടി വിടിരിക്കുക. സ്തോത്രം. ഒരു ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യണം, അടുത്തയാൾ പറഞ്ഞു എക്സ്റേ എടുത്താൽ മതി, അടുത്തയാൾ പറഞ്ഞു MRI ചെയ്യണം, അടുത്തയാൾ പറഞ്ഞു അത് ഡയാലിസിസ് ആരംഭിക്കണം, അടുത്ത പുള്ളി പറഞ്ഞു ഹീമോ ആരംഭിക്കണം. ഇതൊക്കെ കേട്ട് നീ ആകെ തകർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. പക്ഷേ സ്വർഗം പറയുന്നത് ഹീമോ എടുക്കാനല്ല, ഭയപ്പെടേണ്ട. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഡയാലിസിസ് ചെയ്യാനല്ല, ഭയപ്പെടേണ്ട. ഇന്ന് രാവിലെ ആരോടൊക്കെയോ സ്വർഗം ഇടപെടുകയാ. നീ ഭാരപ്പെടുന്ന വിഷയത്തിന്മേൽ ദൈവത്തിന്റെ ദൂത് കൃത്യമാണ്, നീ ഭയപ്പെടേണ്ട. സെക്കരിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നിങ്ങളുടെ പ്രാർത്ഥന ഇന്ന് എന്തുമാകട്ടെ. ഞാൻ ഈ മെസ്സേജ് അവസാനിപ്പിക്കും മുമ്പേ ഈ പുസ്തകം ഞാൻ കഴിഞ്ഞ 33 വർഷമായി ചുമക്കുന്ന പുസ്തകമാണ്. ഈ പുസ്തകം എന്നെയും ചുമക്കുകയാണ്. ഈ പുസ്തകം ഉയർത്തിപ്പിടിച്ച് ഞാൻ പറയുന്നു, നീ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ആശീർവാദം പറയും മുമ്പേ ഉത്തരമായെന്ന്. ഓ ഹല്ലേലൂയ. അഭിഷേകത്തോടെ, അഭിഷേകത്തോടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, ഒന്ന് ശ്രദ്ധിക്കണം. നമുക്ക് അല്പം പുറകോട്ട് പോയി വേഗം ഞാൻ ഇനി മടങ്ങി വരും. മക്കളുണ്ടാകുന്നതിന് വേണ്ടി എല്ലാ മാതാപിതാക്കളും പ്രാർത്ഥിക്കേണ്ടത് മക്കളുണ്ടായി കഴിഞ്ഞല്ല, കല്യാണം കഴിച്ചു കഴിഞ്ഞു അല്ലെന്ന എൻ്റെ അഭിപ്രായം. കല്യാണപ്രായമാകുമ്പോൾ തൊട്ടൊക്കെ പ്രായം, കർത്താവേ നല്ലൊരു ഭാര്യയെ കിട്ടണം, നല്ലൊരു ഭർത്താവിനെ കിട്ടണം, ഞങ്ങൾക്ക് മക്കളെ തരികയാണെങ്കിൽ നല്ല 2 പിള്ളേരെ തരണം, അവൻ മൂലം ഞങ്ങൾക്ക് തലവേദനയും പ്രയാസം ഉണ്ടാകാനിടയാകരുത്, അവൻ ഞങ്ങളെ ഉപദ്രവിക്കുന്നവനാകരുത്, അവൻ ഞങ്ങളെ സംരക്ഷിക്കുന്നവനാകണം, അവൻ മൂലം ഞങ്ങളുടെ കുടുംബത്തിനൊരു പേരുണ്ടാകണം എന്നൊക്കെ അന്ന് തൊട്ട് പ്രാർത്ഥിച്ചു തുടങ്ങണം. സ്തോത്രം. ആരും പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇതേ പുസ്തകത്തിൽ ഒരു അന്നയെന്ന് പറഞ്ഞൊരു സഹോദരിയുണ്ട്, ഹന്ന. എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. ഹന്ന പ്രാർത്ഥിച്ചതിന് കാരണം, ഒരു ഭർത്താവിന് 2 ഭാര്യമാരാണ്. ഒരാളുടെ പേര് പെനീൻ അന്ന, ഒരാളുടെ പേര് ഹന്ന. നല്ല സെലക്ഷനാണ്. ഒരുപോലുള്ള പേരൊക്കെ ഉള്ള ആളെ കണ്ടുപിടി. പെനീൻ അന്ന, ഹന്ന എല്ലാം കേൾക്കാൻ തന്നെ ഒരു സുഖമാണ്. ഈ പെനീൻ അന്ന എല്ലാ വർഷവും ഒരു പ്രാവശ്യം ഹോളി വരുന്നത്, ചർച്ച് വരുന്നത്, തൂവാലയ്ക്കകത്ത് പൊതിഞ്ഞ ഒരു കൊച്ചും
ഒരു കൈക്കകത്ത് ലഡുവും പിടിച്ചോണ്ടാണ്. അപ്പോൾ സഭക്കാർക്ക് എല്ലാ വർഷവും പെനിനന്ന ഉള്ളിടത്തോളം കാലം ഓരോ ലഡു കിട്ടും. സഹോദരൻ പറഞ്ഞില്ല, പ്രൈസ് ദി ലോർഡ്. എല്ലാ വർഷവും റെഗുലറായിട്ട് ദൈവദാസന് പ്രയോജനമാണ്. കൈവച്ച് കുഞ്ഞിനെ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിച്ച് ആ കവർ മേടിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നുണ്ട്. അപ്പം ഈ സമയത്തെല്ലാം ഹന്ന പ്രാർത്ഥിച്ചത് ഇങ്ങനെ ആണ്ടിലാണ്ടി പിള്ളേർ വേണമെന്നല്ല. സ്തോത്രം പറയണം. അന്ന ആലയത്തിൽ ചെന്നപ്പോൾ കണ്ട കാര്യം വചനം ദുർലഭമാണ്. യോഗം നടക്കുന്നുണ്ട് മുറയ്ക്ക്, പക്ഷെ വചനമില്ല. ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത വചനം ദുർലഭമാണ്. സ്തോത്രം. 2, ഉപദേശിയുടെ കണ്ണിൻ്റെ ദർശനം പോയി. പുസ്തകത്തിൽ നോക്കി വായിച്ചിട്ട് വേണ്ടേ പുള്ളി വചനം പറയാൻ. അപ്പോൾ കണ്ണിൻ്റെ ദർശനം പോയി. 2ാമത്തെ പ്രശ്നം. 3, വിളക്കണയും മുമ്പേ ശൗമയിൽ പോയി കിടന്നെന്ന. അങ്ങനെയാണെങ്കിൽ ആലയത്തിൽ എന്തോ ചെയ്യുന്നുണ്ടായിരുന്നു? വിളക്കണയുന്നുണ്ട്. പ്രമാണം വിളക്കണയല്ലെന്നാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. അപ്പം 3ാമത്തെ പ്രശ്നം. 1ാമത്തെ പ്രശ്നം വചനം ദുർലഭം. 2ാമത്തെ പ്രശ്നം ദൈവദാസൻ്റെ കാഴ്ചപ്പാട് പോയി. 3ാമത്തെ പ്രശ്നം വിളക്കണയ്യ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 4, പ്രാർത്ഥിക്കാൻ വരുന്നവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവദാസൻ കാണുന്നത് മദ്യപിച്ചിരിക്കുകയെന്ന. ഇവിടെ ബാറ് പൂട്ടിയൊന്നും പുള്ളി അറിഞ്ഞിട്ടില്ല. ഹലോ, ഇവിടെ ബാറെല്ലാം പൂട്ടിയ കാര്യമൊന്നും പുള്ളി അറിയാതെ പുള്ളിയുടെ ധാരണ ഇവൾ വെള്ളം അടിച്ചിരിക്കുകയെന്നാ. അവളിങ്ങനെ അന്യഭാഷയൊക്കെ പറഞ്ഞ് ആരാധിക്കും. പുള്ളി അതിന് തലേ കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ വെള്ളം ഇറങ്ങിപ്പോട്ട് എന്നൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. ഇതെല്ലാം കണ്ട് മടുത്ത ഇവൾ പ്രാർത്ഥിച്ച്, കർത്താവേ, ഈ വല്ലാത്ത തലമുറയിൽ എനിക്കൊരു തലമുറയെ തരുന്നെങ്കിൽ വചനമുള്ള, വെളിപ്പാടുള്ള, അണഞ്ഞ വിളക്ക് കത്തിക്കുന്ന. ഞാൻ ദൈവത്തെ സ്തുതിക്കുക. കരമടിച്ച് ശരിക്കും ആരാധിക്കണം. ഹല്ലേലൂയ. ഇന്ന് പകൽ പ്രാർത്ഥന, കർത്താവേ, എനിക്കൊരു തലമുറയെ തരുന്നെങ്കിൽ. വിഷമിക്കേണ്ട, തന്ന തലമുറയെ ചൂണ്ടി നീ പറഞ്ഞു, കർത്താവേ, എൻ്റെ തലമുറ അങ്ങനെയാകണം. ഹല്ലേലൂയ. ദർശനം നഷ്ടപ്പെട്ട ഈ കാലഘട്ടത്തിൽ അത് എൻ്റെ തലമുറയെ അങ്ങനെ ആക്കണം എന്ന് നീ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ശ്രദ്ധിച്ച് കേൾക്കണേ. ഹന്ന അങ്ങനെ പ്രാർത്ഥിച്ചു. അവൾ പ്രാർത്ഥന മാറ്റിയില്ല. പ്രാർത്ഥന ഉയർന്നനുസരിച്ച് ആലയത്തിലെ ഒരു നിന്ദാഭിഷേകമായിട്ടുള്ള മാറി. വീട്ടിൽ നിന്ന്, ആലയത്തിൽ നിന്ന്, പ്രൈസ് ദി ലോർഡ്, മറുപടി താമസിക്കും തോറും അവൾ മനോവ്യസനമുള്ളവളായി മാറി. ഇന്ന് പകൽ മറുപടി താമസിച്ചിട്ട് മനോവ്യസനത്തോടെ ഇവിടെ വന്ന ആരോട് ഞാൻ പറയട്ടെ, മനസ്സ് തകർന്നവർക്ക്, ഹൃദയം നുറുങ്ങിയവർക്ക് ഈ സ്വർഗം ഇന്ന് പകൽക്കാലം ഒരു വിടുതലുമായി ഇറങ്ങി വന്നിട്ടുണ്ട്. സന്തോഷിക്കുന്നവർ മാത്രം കരമടിച്ച് ഒരു നിമിഷം ദൈവത്തെ ആത്മാവിൽ ആരാധിക്കട്ടെ. ഇന്ന് പകൽക്കാലം നിന്റെ മനോവ്യസനം മാറുന്ന പകല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഏത് തലമുറയോടാ പോരാട്ടം? നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ ദൈവം തമ്പുരാൻ ഇറങ്ങി വന്ന് അബ്രഹാമിന് പിള്ളാരുണ്ടാകുന്നതിന് മുമ്പേ അബ്രഹാമിനോട് ദൂത് പറഞ്ഞു. അബ്രഹാമേ, നിന്റെ സന്തതി എന്ന് പറയുമ്പോൾ സന്തതി ഇല്ല, ജനിക്കാൻ സാധ്യതയില്ല. പക്ഷെ സ്വർഗം പറഞ്ഞു, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പാർക്കും. പ്രൈസ് ദി ലോർഡ്. 4ാം തലമുറക്കാർ, സ്തോത്രം പറഞ്ഞാട്ട്, 4ാം തലമുറക്കാർ ഈ സ്വന്തം ദേശത്തേക്ക് മടങ്ങി വരും. ഈ ദൂത് പറയുമ്പോൾ മക്കളില്ല. വർഷങ്ങൾ കഴിഞ്ഞ് മക്കളുണ്ടായി. ആ ഇസഹാക്കിനെ ദൈവം വർദ്ധിപ്പിച്ച് അവനുണ്ടായ യാക്കോബിൽ നിന്ന് 12 മക്കൾ. ആ 12 പെരുകി ഒരു 75 പേര് സ്വന്തമല്ലാത്ത ദേശത്തേക്ക് പോയി. 400 വർഷം കൊണ്ട് ദൈവനെ പെരുകി. കഷ്ടതയുടെയും പീഡയുടെയും നടുവിൽ എണ്ണിയാൽ തീരാത്ത പോലെ ഒരു 30 ലക്ഷം വരുന്ന ഒരു വലിയ കൂട്ടമായിട്ട് മാറി. സ്വതന്ത്രം പറഞ്ഞേ, ഇന്നത്തെ ചെറുതിനെ വാഗ്ദത്തം കേട്ടവൻ്റെ തലമുറയാണെങ്കിൽ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന, ചേർന്ന് കർത്താവിനെ സ്തുതിക്കണം. ഇന്ന് പകൽക്കാലം ശക്തമായി ദൈവാത്മാവ് ഒരു ദൂത് കൈമാറുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. ഹല്ലേലൂയ. അപ്പോൾ 4ാം തലമുറ വന്നപ്പോഴത്തേന്, വാഗ്ദത്തമുള്ളവൻ വന്നപ്പോഴത്തേക്ക് ജനത്തിന് മനസ്സിലായി, ഫറവോന് മനസ്സിലായി, ഇവരിങ്ങനെ പെറ്റുപെരുകി പോയാൽ ഇതിനെങ്ങനെ തടയിടാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. മൈക്കിൻ്റെ ശബ്ദം കുറച്ചാലൊക്കോ, സിസ്റ്റം ചെറുതാക്കിയാലൊക്കുമോ,
റോഡ് വെട്ടിച്ചാൽ ഒക്കുമോ? യോഗം തടഞ്ഞാൽ ഒക്കുമോ? സഭയെ യോഗത്തിന് നോട്ടീസ് വായിച്ചായിരിക്കും ഒക്കുമോ? എന്നോ ചെയ്താലും ആൾ വരും. സ്തോത്രം പറഞ്ഞില്ല. ദൈവം വിടുവിക്കാൻ തീരുമാനിച്ചാൽ ആർക്കും തടയാനൊക്കത്തില്ലെന്നേ. എല്ലാ തടസ്സങ്ങളെ അഴിക്കുന്നൊരു ദൈവം ഇന്ന് പകൽ ഇവിടെയുണ്ട്. വിശ്വസിച്ചവർ ചേർന്ന് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 15 മുതൽ ഒന്ന് വേഗം വായിക്കണം. എന്നാൽ മിസ്രയീം രാജാവ് ശിപ്ര എന്നും പൂവ എന്നും പേരുള്ള എബ്രായ സൂതികർമ്മികളോട്, എബ്രായ സ്ത്രീകളുടെ അടുക്കൽ നിങ്ങൾ സൂതികർമ്മത്തിന് ചെന്ന് പ്രസവശയ്യയിൽ അവരെ കാണുമ്പോൾ കുട്ടി ആണാകുന്നു എങ്കിൽ നിങ്ങൾ അതിനെ കൊല്ലേണം. കുട്ടി ആണാകുന്നെങ്കിൽ നിങ്ങൾ അവനെ കൊല്ലണം. പെണ്ണാകുന്നു എങ്കിൽ ജീവനോടിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. 22 വായിച്ചു, സമയമില്ലാത്തതുകൊണ്ട്. പിന്നെ ഫറവോൻ തന്റെ സകല ജനത്തോടും ജനിക്കുന്ന ഏത് ആൺകുട്ടിയെയും നദിയിലിട്ട് കളയണമെന്ന് ഏത് പെൺകുട്ടിയെയും ജീവനോടെ രക്ഷിക്കണമെന്നും കൽപ്പിച്ചു. ഒരു സ്വതന്ത്രം പറഞ്ഞേ. ആമേൻ. 4-ാം തലമുറയായി അവർ സ്വന്തം ദേശത്തേക്ക് മടങ്ങേണ്ട വാഗ്ദത്തമുള്ളവരാ. വാഗ്ദത്തമുള്ളവൻ ജനിക്കാൻ തുടങ്ങിയപ്പോൾ ഫറവോന്റെ അകത്ത് പിശാച് കയറി. ഫറവോൻ പറഞ്ഞു, പ്രസവമെടുക്കുന്ന സൂതികർമ്മിണികളെ വിളിച്ച് ഏതെങ്കിലും ഒരു ഇസ്രായേലിയ കുടുംബത്തിൽ ഒരു സഹോദരി പ്രസവിച്ചാൽ ആ കുഞ്ഞ് ആണാണ് എന്ന് കണ്ടാൽ ജനിക്കുമ്പോളെ കൊന്നേക്കണം. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അവർ ചെല്ലുന്നതിന് മുമ്പേ പലയിടത്തും പ്രസവം നടക്കുക. അപ്പം ഫറവോൻ സകല ജനത്തോടും കൽപ്പിച്ചു, ഏതെങ്കിലും ഒരു ഇസ്രായേലിയ വീട്ടിൽ ഒരു ആൺകുട്ടി ഉണ്ടെങ്കിൽ അവനെ നൈൽ നദിയിൽ എറിഞ്ഞേക്കണം. പ്രൈസ് ദി ലോർഡ്. എന്തിനാണ് നൈൽ നദിയിൽ എറിഞ്ഞത്? വായിക്കണം. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം 15 മുതൽ. രാവിലെ നീ ഫറവോന്റെ അടുക്കൽ ചെല്ലുക, അവൻ വെള്ളത്തിന്റെ അടുക്കൽ ഇറങ്ങി വരും. നീ അവനെ കാണാൻ നദീതീരത്ത് നിൽക്കണം. നീ അവനെ കാണാൻ നദീതീരത്തല്ല, ശ്രദ്ധിക്കണേ. അതിരാവിലെ നീ എഴുന്നേൽക്കണം. രാവിലെ നീ നദിയുടെ തീരത്ത് നിൽക്കണം. നീ അവിടെ നിൽക്കുമ്പോൾ ഫറവോൻ അതികാലത്തെ വെള്ളത്തിന്റെ അടുക്കൽ ഇറങ്ങി വരും. നീ അവനെ കാണാൻ നദിയുടെ തീരത്ത് നിന്ന് നിൽക്കണം. സർപ്പമായി തീർന്ന വടിയും കയ്യിൽ എടുത്തുകൊള്ളണം. അടുത്ത വാക്യം. അവനോട് പറയേണ്ടതെന്നാൽ, മരുഭൂമിയിൽ എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കായി എന്ന് കൽപ്പിച്ച് എബ്രായരുടെ ദൈവമായ യഹോവ. വർഷങ്ങൾ 3500 കഴിഞ്ഞിട്ടും ഇന്ന് പകലും എനിക്കും ബഹുമാന്യ സുരേഷ് ബാബു പാർഷകം പറയാൻ ഇതേ ഉള്ളൂ, ജനത്തെ ആരാധിക്കാൻ വിട്. ഒറ്റ പ്രശ്നമേ ഉള്ളൂ. അല്ല, ഞങ്ങൾക്കിവിടെ സഭ വലുതാക്കാനൊന്നുമല്ല. എല്ലാ പറവോന്മാരോടും ഞങ്ങൾക്ക് ഇന്ന് പകലും പറയാനുള്ളത്, ജനത്തെ ആരാധിക്കാൻ വിട്. എത്ര പേര് തയ്യാറുണ്ട് ആരാധിക്കാൻ? ഇത് യഹോവയായ ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ആരാധിക്കാൻ തുടങ്ങിയാൽ ആരാധന അഴിയാത്ത ഒരു ബന്ധനവുമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തമ്പുരാൻ പറഞ്ഞു, ഫറവോനെ നീ ജനത്തെ ആരാധിക്കാൻ വിട് എന്ന് പറഞ്ഞപ്പോൾ അടുത്ത വാക്യം, ഞാൻ യഹോവ എന്ന് നീ ഇതിനാൽ അറിയും എന്നിങ്ങനെ യഹോവ കൽപ്പിക്കുന്നു. അടുത്ത വാക്യം, ഇതാ എന്റെ കയ്യിലുള്ള വടി ഈ വടി കൊണ്ട് ഞാൻ നദിയിലെ വെള്ളത്തെ അടിക്കും. അത് രക്തമായി തീരും. ശ്രദ്ധിക്കുക, ആളിനെ ആരാധിക്കാൻ വിടാത്തത് ആരാ? ഫറവോൻ. അടി കൊടുക്കണ്ടേ? അങ്ങനെയാണെ ആർക്കിട്ടാ? ഫറവോനിട്ട്. പക്ഷെ അടിച്ചത് എവിടാ? വെള്ളത്തിൽ. സ്തോത്രം പറയണം. ആരാധിക്കാൻ വിടാത്തത് ഫറവോൻ. തമ്പുരാൻ പറഞ്ഞ ഫറവോനെ അടിക്കരുത്, അവൻ്റെ മുന്നെ വെച്ച് നീ വെള്ളത്തെ അടിക്കണം. പ്രൈസ് ദി ലോർഡ്. ജനമെല്ലാം കാണുന്ന രാവിലെ 10 മണിക്ക് ഓഫീസിൽ വന്ന് കസാറയിരിക്കുന്ന ഫറവോനെയാണ്. പ്രൈസ് ദി ലോർഡ്. തലയിൽ കിരീടം വെച്ച്, കൈ ചെങ്കോല് പിടിച്ച്, 2 തോഴിമാർ വെഞ്ചാമരം വീശി, പട്ടാളക്കാർ കാവൽ നിൽക്കുന്ന ഫറവോനെ 10 മണിക്ക് ഓഫീസിലെല്ലാവരും കാണുന്നത്. പക്ഷേ അതിരാവിലെ വെള്ളത്തിങ്കിൽ ഇറങ്ങിച്ചിരുന്ന ഫറവോനെ ദൈവം തമ്പുരാൻ കണ്ടു. ഹലോ, എപ്പോഴാ? അതിരാവിലെ എപ്പോഴാ? അതിരാവിലെ എപ്പോഴാ? ഒന്ന് പറഞ്ഞേ അമ്മാമേ. അതിരാവിലെ എത്ര മണിക്ക്? അതിരാവിലെ 5 മണി. പറഞ്ഞു. രാത്രിക്ക് 4 യാമം. 6 മണിക്ക് രാത്രി ആരംഭിക്കും, സന്ധ്യ ആരംഭിക്കുന്നു. 6 മുതൽ 9 വരെ ഒരു യാമമാണ്.
9 മുതൽ 12 വരെ രണ്ടാമത്തെ യാമമാണ്. 12 മുതൽ 3 വരെ മൂന്നാമത്തെ യാമമാണ്. 3 കഴിഞ്ഞാൽ 4ാമത്തെ യാമം ആരംഭിക്കുകയാണ്. അതാണ് 4ാമത്തെ യാമം അതിരാവിലെ. ആ യാമം കണ്ടിട്ടുള്ള എത്ര പേരുണ്ട്? അവിടെ ആ വിഷയം. റീസലോ നമ്മുടെ ധാരണ 7 മണിയാകുമ്പോൾ അതിരാവിലെ നേരിച്ച് നമ്മൾ എഴുന്നേറ്റ് അതിരാവിലെ തിരുസന്നിധി പാടും. അതിരാവിലെയൊക്കെ കഴിഞ്ഞിട്ട് 3-4 മണിക്കൂർ കഴിഞ്ഞു പോയി. പ്രൈസലോൺ പ്രൈസലോൺ. ശ്രദ്ധിക്കണേ, മോശയോട് പറഞ്ഞു, മോശെ നിന്നെ കോരേവി വെച്ച് വടി തന്നത് കിടന്ന് പോത്തുപോലെ ഉറങ്ങാനല്ല, KFC അടിച്ച് ചിക്കിങ്ങും അടിച്ച് ബോയിലറും അടിച്ചിട്ട് നീ കിടന്ന് ഉറങ്ങാനല്ല, അതിരാവിലെ എഴുന്നേക്കണം. അവൻ ചോദിച്ചു എപ്പോൾ എഴുന്നേക്കണം? പറവോൻ എഴുന്നേക്കുന്നതിന് മുമ്പേ എഴുന്നേക്കണം. സ്വതന്ത്രം പറയണം. ഹലോ, 4ാം തലമുറയെ തകർക്കാൻ നിൽക്കുന്ന പറവോൻ എഴുന്നേക്കുമല്ലോ. അവൻ എഴുന്നേക്കും മുമ്പേ നീ എഴുന്നേക്കണം. എന്നിട്ട് അവൻ വരുന്ന നദീതീരത്ത് നീ പോയി നിൽക്കണം. എന്നും അവൻ കാണുന്നവനെ ഇന്ന് കാണലും, നിന്നെ കാണണം. അഭിഷേകമുള്ളവനെ അവൻ കാണണം. ഹലോ, മനസ്സിലാകുന്നുണ്ടോ? അവൻ ഇന്നലെ വരെ കണ്ടോനെ ഇന്ന് രാവിലെ കാണല്ലേ. ഇന്ന് രാവിലെ അവൻ ഇറങ്ങി വരുമ്പോൾ കാണേണ്ടത് കയ്യിൽ വടി പിടിച്ച് നിൽക്കുന്ന അഭിഷേകമുള്ളവനെയാ. ചേർന്ന് കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ. ഈ ഉപവാസന 3ാമത്തെ പകൽ അഭിഷേകമുള്ളവനെ കണ്ടു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചേ. അപ്പൊ അതിരാവിലെ ഇവൻ എഴുന്നേറ്റു, നദീതീരത്ത് പോയി നിന്നു. ഒരു 3 കഴിഞ്ഞ സമയത്ത് വെള്ളത്തിങ്ങനെ അടുക്കിലേക്ക് ഇറങ്ങി ഫറവോൻ വന്നു. അവൻ ആരാധിക്കുന്ന അവൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വന്നതാ. അവിടെ വെച്ച് മോശ പറഞ്ഞു, എൻ്റെ ജനത്തെ ആരാധിക്കാൻ വിടണം. പ്രൈസലോ. അവൻ പറഞ്ഞു, വിടുന്ന പ്രശ്നമില്ല. ഇവൻ എന്തിനെ ആരാധിക്കാൻ വന്നോ അതിൻ്റെ മണ്ടയ്ക്കിട്ട് ഒരു അടി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇന്ന് പകൽ പലതിൻ്റെ മണ്ടയ്ക്കും അടി കൊള്ളാൻ പോവാ. നീ ഇവിടെ കൈയടിച്ചിരുന്നാൽ മതി, ബാക്കി ദൈവാത്മാവ് ചെയ്തോളും. ഇങ്ങനൊന്നും അടിച്ചാൽ പോരാ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ. എന്തിനാ അടിച്ചേ? സെഖരിയാ പ്രവചനം 10ാം അധ്യായം 10ാം വാക്യം. സെഖരിയാവ് 10:10. ഞാൻ അവരെ മിസ്രയീം ദേശത്ത് നിന്ന് മടക്കി വരുത്തും. കറക്റ്റ് വാക്യം. നമ്മുടെ വിഷയം മിസ്രയീമിൽ നിന്ന് മടങ്ങി വരുന്ന. ഞാൻ അവരെ മിസ്രയീം ദേശത്ത് നിന്ന് മടക്കി വരുത്തും. അശൂരിൽ നിന്ന് അവരെ ശേഖരിക്കും. അശൂരിൽ നിന്ന് ഞാൻ അവരെ ശേഖരിക്കും. ഗിലെയാദ് ദേശത്തിലേക്കും ലെബാനോനിലേക്കും അവരെ കൊണ്ടുവരും. അവർക്കിടം പോരാതെ വരും. അവർ കഷ്ടതയുടെ സമുദ്രത്തിലൂടെ കടന്ന് സമുദ്രത്തിലെ ഓളങ്ങളെ അടിക്കും. ശ്രദ്ധിച്ചാൽ അവൻ സമുദ്രത്തിലൂടെ കടന്ന് സമുദ്രത്തിലെ ഓളങ്ങളെ അടിക്കും. അടുത്ത വാക്യം. നൈൽ നദിയുടെ ആഴങ്ങളൊക്കെ വറ്റും. നീല നദി എന്ന് പറയുന്നത് നൈൽ നദി. പറവോൻ ഇപ്പം വന്ന് നിൽക്കുന്നത് നൈൽ നദിയുടെ കരയിലാണ്. ശ്രദ്ധിക്കുക, നൈൽ നദിയുടെ ആഴങ്ങൾ വറ്റും. പുറമെ നോക്കിയ ഒന്നും കാണാനില്ല. നല്ല നീല വെള്ളം. ആര് കണ്ടാലും കോരി കുടിച്ചു പോകുന്ന വെള്ളം. ആര് കണ്ടാൽ ഇറങ്ങി കുടിക്കുന്ന വെള്ളം. പക്ഷേ ആഴങ്ങളെ ദൈവാത്മാവ് കാണുകയാ. ശ്രദ്ധിച്ചിരിക്കണമേ, ആഴങ്ങൾ വറ്റും. അടുത്ത വാക്യം. അശൂരിന്റെ ഗർവം തകരും. എത്ര പേര് വിശ്വസിക്കുന്നു? ആഴങ്ങൾ വറ്റും, അശൂരിന്റെ ഗർവം തകരും. അടുത്ത വാക്യം. ചെങ്കോൽ നീങ്ങിപ്പോകുകയും പറവോന്റെ അധികാരം, ജനത്തെ പീഡിപ്പിക്കുന്ന പറവോന്റെ ചെങ്കോൽ നീങ്ങും. ചേർന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് പകൽക്കാലം ചില പറവോന്റെ ചെങ്കോലുകൾ തിരുവനന്തപുരം പട്ടണത്തിൽ ആത്മാക്കളെ ആരാധിക്കാൻ വിടാതെ ജനത്തെ തടയുന്ന ചില സാമുദായിക, ചില ജാതീയ പറവോന്യ ശക്തികളുടെ ചെങ്കോലുകളെ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് തകർക്കുന്ന പകല ഏറ്റെടുക്കുന്നവർ ഇങ്ങനെ ആരാധിച്ച പോരാ. ആത്മാവിന്റെ ശക്തിയോടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ആത്മാവിന്റെ ഒരു തീ ഇന്ന് പകൽക്കാലം കത്തട്ടെ. ദൈവാത്മാവ് ഇറങ്ങിയ ഇന്ന് പകൽ ചില ചെങ്കോലുകൾ പറയാൻ പോകുകയോ. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ വെള്ളത്തിന്റെ ആഴത്തിൽ മറഞ്ഞിരിക്കുന്ന ഒരു ദൈവം, അവന്റെ പേര് അസൂർ. അവൻ പ്രസാദിക്കണമെങ്കിൽ കറുത്ത കോഴിയുടെ ചോര കൊടുത്താൽ പോരാ, കറുത്ത പട്ടിയുടെയും കറുത്ത പൂച്ചയുടെയും ചോര പോരാ, കറുത്ത ആടിൻ്റെ ചോരയും പോരാ. പിന്നെ ആരുടെ ചോര വേണം? ഇസ്രായേലി കുടുംബത്തിൽ ജനിക്കുന്ന നല്ല ആമ്പിള്ളാരുടെ ചോര. അതിന് അവൻ പറഞ്ഞു, പറവോനെ കസാറ ഉറക്കണം, എങ്കിൽ എനിക്ക് പിള്ളേരെ തരണം. അവൻ സകല ജനത്തോടും പറഞ്ഞു,
ഇസ്രായേലി കുടുംബത്തിൽ ഒരാൺകുഞ്ഞുണ്ടായാൽ അവനെ നൈൽ നദിയിലിടണം. അവൻ ആഴത്തിൽ മറഞ്ഞിരുന്ന് അനേക കുഞ്ഞുങ്ങളുടെ ചോര വലിച്ചു കുടിക്കുക. അത് കുടിക്കും തോറും അവൻ്റെ ഗർഭം ഉയരുകയാണ്. അപ്പോൾ ഫറവോന്റെ കസാര ഉറയ്ക്കുകയാ. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് പകൽക്കാലം ചില അടിത്തറ ദൈവം ഇളക്കാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ ആരാധിക്കട്ടെ. വളരെ ആഴമായ വചനത്തിന്റെ വെളിപ്പാട് പരിശുദ്ധാത്മാവ് നൽകുകയാ. ഉട്ടപരമന ഗതുരജാന ഗരഗതരമന രിബല ഭൗഷസ്. ഓ പോരാ ശക്തിയോടെ. ശിഖരമനരബലബശ്. കരമുയർത്തി നല്ല ഹല്ലേലൂയ പറയണം. ഒരു വാക്യം കൂടെ വായിച്ച് മടങ്ങി വരാം. യെശയ്യാ പ്രവചനം 11-ാം അധ്യായം 15-ാം വാക്യം. യെശയ്യാ 11:15. യഹോവ മിസ്രയീം കടലിന്റെ നാവിന് ഉന്മൂലനാശം വരുത്തും. നിങ്ങൾ അറിഞ്ഞിരിക്കുക, മിസ്രയീമിൽ കടലില്ല. ഒരു സ്വതന്ത്രം പറഞ്ഞേ. മിസ്രയീമിൽ എന്തില്ല? കർത്താവിൻ്റെ ദാസൻ പല ആവർത്തി അവിടെ പോയതാണ്, അല്ലേ ദേവിദാസനെ? അന്ന് ഞാനും പോയിട്ടുണ്ട്. അവിടെ കടലില്ല, പക്ഷേ അവിടെ ഒഴുകുന്ന നൈൽ നദി ഒരു കടലിന് തുല്യ. പ്രൈസ് ദി ലോർഡ്. 6 രാജ്യങ്ങളിൽ കൂടെ ഒഴുകുന്ന ലോകത്തിലെ ഏക നദിയാണ് നൈൽ നദി. അതിൽ കൂടെ ഒരു കപ്പൽ അങ്ങോട്ട് പോകുമ്പോൾ ഒരു കപ്പൽ ഇങ്ങോട്ട് പോകാവുന്നത് പോലെ വലിപ്പമുള്ള വലിയ കടലാണ്, വലിയ നദിയാണ്. ആ നദിക്ക് പുസ്തകം പറയുന്നു, ഞാൻ മിസ്രയീം കടലിൻ്റെ നാവിന് ഉന്മൂലനാശം വരുത്തും. അപ്പൊ കടലിന് നാക്കുണ്ടോ? ഇവിടെ ശ്രദ്ധിക്കണം എല്ലാവരും. കടലിന് നാക്കുണ്ടോ? തൊണ്ടിരിപ്പ് കണ്ടോ? ഉണ്ടെങ്കിൽ വായുണ്ടായിരിക്കുമല്ലോ. അങ്ങനെയാണ് നിന്റെ കൊച്ചു വെള്ളത്തിൽ വീണത് ആരോ വിഴുങ്ങുമായിരുന്നല്ലോ. ഹലോ, എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയ കൊച്ചു കുളിക്കാൻ പോയി തിരിച്ചു വന്നില്ല, വെള്ളത്തിൽ മുങ്ങി ചത്തത് വിഴുങ്ങുമല്ലായിരുന്നോ? മനസ്സിലായില്ല. ഹലോ, ഇന്ന് പകൽ അടിക്കാൻ പോവാ. എൻ്റെ കൂടെ കയറി വരണം. ഞാൻ വചനത്തിൻ്റെ വെളിപ്പാട് പറഞ്ഞുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണം, ഞാൻ മിസ്രയീം കടലിൻ്റെ നാവിന് ഉന്മൂലനാശം വരുത്തും. അനേകരുടെ കുഞ്ഞുങ്ങളെ വിഴുങ്ങിയ, അനേക തലമുറയെ വിഴുങ്ങിയ, ഓ ജീപാലമന ശാന്തരാധരാചന, യേശുവിൻ്റെ നാമത്തിൽ ഈ പകൽ ആഴമായ വിടുതൽ. ഓ റാബ ശാന്തരാധന. പ്രയോജനപ്പെടേണ്ടിയ ചിലതിനെ, വാക്തത്വമുള്ള ചിലതിനെ, ദൈവം ഉപയോഗിക്കേണ്ട ചിലതിനെ, മടങ്ങി വരേണ്ട ചിലതിനെ വിഴുങ്ങുന്ന ചില നാവുകൾക്ക് ഇന്ന് പകൽ സ്വർഗം ഉന്മൂലനാശം വരുത്താൻ പോകുകയാ. വിശ്വസിക്കുന്നവർ മാത്രമേ ഈ പകൽ കരമടിച്ച് ശക്തിയോടെ ദൈവത്തെ ആരാധിക്കട്ടെ. ആഴത്തിൽ ദൈവാത്മ ഇടപെടുകയാ. ഉടപര ജഗതമന. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ? ഹലോ, പുറകിൽ മനസ്സിലാകുന്നുണ്ടല്ലോ? കരമുയർത്തി ഒരു സ്തോത്രം പറഞ്ഞേ. യഹോവ മിസ്രയീം കടലിന്റെ നാവിന് ഉന്മൂലനാശം വരുത്തും. അടുത്ത വാക്യം. അവൻ ഉഷ്ണക്കാറ്റോടുകൂടെ നദിയുടെ മീതെ. നദിയുടെ ആദ്യം പറഞ്ഞ പേരെന്തുവാ? കടൽ. ഇപ്പൊ പറഞ്ഞ പേരെന്തുവാ? നദി. ശ്രദ്ധിച്ചേ. അപ്പൊ അവിടെ എന്തേ ഉള്ളൂ? നദിയേ ഉള്ളൂ. അതിന്റെ പേരെന്തുവാ? നീലനദി അല്ലെങ്കിൽ നൈൽ നദി. എല്ലാവരും പറഞ്ഞേ, നൈൽ നദി. യഹോവ നദിയുടെ മീതെ കൈ ഓങ്ങി അതിനെ അടിച്ച് 7 കൈവഴികളാക്കി ചിതറിച്ച് വാഗ്ദത്തമുള്ള നിന്നെ ഇതിന് തലമുറയെയും ചെരുപ്പ് നനയാതെ. ഓ ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ആരാധിക്കട്ടെ. ചെരുപ്പ് നനയാതെ, ചെരുപ്പ് നനയാതെ, ചെരുപ്പ് നനയാതെ. ഹല്ലേലൂയ. ഓ, നിങ്ങൾ നോക്കിക്കേ, ഫറവോൻ നോക്കി നിൽക്കേ. മോശയുടെ അഭിഷേകമുള്ള വടി, ഇന്നലെ പാമ്പിനെ വിഴുങ്ങിയ വടി കൊണ്ട് വെള്ളത്തിന് മീതെ ഒറ്റ അടി. സ്തോത്രം. വടി അന്ന് എല്ലാ ദിവസവും പാമ്പിനെ വിഴുങ്ങാനല്ല, അത് അന്നത്തേക്ക് വേണ്ടി ഒരു ശുശ്രൂഷയാണ്. പിറ്റേ ദിവസം മുതൽ പാമ്പാട്ടിയെ പറഞ്ഞ് നീ വടിയും കൊണ്ട് വടിയാണെന്നുള്ള പാമ്പിനെല്ലാം പിടിക്കണ്ട. ഇവർ ധാരണ ശുശ്രൂഷ എല്ലാ ദിവസവും പാമ്പിനെ പിടുത്തുവാന്ന. അങ്ങനെ നടക്കുന്ന കുറച്ച് പേർ 10-30 വർഷമായിട്ട് പാമ്പിനെ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുക. അത് ഒറ്റ ദിവസത്തെ പരിപാടി. ഫറവോന്റെ കൊട്ടാരത്തിൽ അവൻ ആരാധിക്കുന്ന ആ ശക്തിയെ വിഴുങ്ങി. അതല്ലേ അഭിഷേകം. മനസ്സിലാകുന്നുണ്ടേ? പിറ്റേ ദിവസം ശുശ്രൂഷ വേറെയാ.
എടാ, അഭിഷേകമുള്ള എപ്പോഴും വെറൈറ്റി അല്ലേ? സ്വതന്ത്രം പറയണം. ഓ പോരാ പോരാ, ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. ഓ ഡാബാ ശാന്തര ചീബാ ബാബാ ബാബാ. ഹല്ലേലൂയ. ഉടകൽ കമന ധരജന ഔഷ സാന്തര. ഇന്നത്തെ ഡ്യൂട്ടി നീ പറവൻ നോക്കി നിൽക്കുക. എന്ത് ചെയ്യണം? അവൻ ആരാധിക്കുന്ന ആരാധന മൂർത്തിയുടെ നെറുകക്കിട്ട് അടിക്കണം. ഒറ്റയടി. വെള്ളം എന്തായി? രക്തമായി. അങ്ങനെയാണെങ്കിൽ ഇന്നലകളിൽ കുടിച്ച സകല പിള്ളേരുടെയും ചോര ഇവൻ ഛർദ്ദിച്ചു. ഹലോ, നീലനദി എന്തോ ആയി മാറി? രക്തനദിയായി മാറി. അഭിഷേകത്തിൻ്റെ ശക്തി മനസ്സിലായോ? കുടിച്ച മുഴുവൻ പിള്ളേരുടെ ചോര അവൻ ഛർദ്ദിച്ചു. സ്തോത്രം. ഇതകത്തിരുന്നപ്പോൾ ഇവൻ്റെ കസാര കുറച്ചു, അത് വെളിയിൽ പോയപ്പോൾ കസാര ആടി. മനസ്സിലാകുന്നുണ്ടോ? പല കസാര ആടാൻ പോകുകയാ, പല കസാര ആടാൻ പോകുകയാ. ഓ ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടല്ലോ? പൗലോസ് പ്രസംഗിച്ചപ്പോൾ മന്ത്രവാദ പുസ്തകം എല്ലാം കൂടെ യോഗത്തിനുണ്ട്. എല്ലാം കൂടെ കൂട്ടിയിട്ട് കാർബേജ് കത്തിക്കുന്ന പോലെ ഒറ്റ കത്തിയിൽ മുഴുവൻ കത്തിപ്പോയി. മനസ്സിലാകുന്നുണ്ടോ? അഭിഷേകം വെളിപ്പെട്ടാൽ അവൻ്റെ ശക്തി ക്ഷയിക്കും. പിന്നെ ഈ പുസ്തകം ഒന്നിനും കൊള്ളത്തില്ല. ഏതെല്ലാം പുസ്തകം കത്തിയാലും നമ്മുടെ പുസ്തകം കത്തത്തില്ല. സ്തോത്രം. ആരും പറഞ്ഞില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ശ്രദ്ധിച്ചേ, മോശ അടിച്ചപ്പോൾ അസൂരിൻ്റെ ഗർവം നീങ്ങി, പറവോൻ്റെ ചെങ്കോൽ മാറി. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ യേശു ചോദ്യം, ഒരു പ്രത്യേക ചോദ്യമുണ്ട്. മർക്കോസ് 9:22. അവർ അവനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവർ അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനെ കണ്ട ഉടനെ ആത്മാവ് അവനെ ഇഴച്ചു. അവൻ നിലത്ത് വീണു നുരച്ചുരുണ്ടു. ഇത് അവന് സംഭവിച്ചിട്ട് എത്ര കാലമായി എന്ന് അവന്റെ അപ്പനോട് ചോദിച്ചതിന് അവൻ ചെറുപ്പം മുതൽ തന്നെ അതവനെ നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ടിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കണേ. ബാക്കി വായിക്കൽ. ഇവിടെ ശ്രദ്ധിച്ച് ഒന്ന് നോക്കി ഇങ്ങോട്ടെല്ലാവരും. അങ്ങനെ എല്ലാം ഉള്ള വാക്യം ബൈബിളിലുണ്ട്. നമ്മൾ നോക്കാത്തതുകൊണ്ടല്ലേ. നിങ്ങളുടെ കയ്യിലെ പുസ്തകത്തിലെ വാക്യമല്ലേ ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാം ഉണ്ട്. ശ്രദ്ധിക്കണേ. ഇനി ഞാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് നോക്കാവുള്ളൂ, ഇങ്ങോട്ട് നോക്കണം. 38 വർഷമുള്ള പക്ഷപാതക്കാരുടെ അടുക്കൽ യേശു വന്നു. എത്ര വർഷം ആയടാകും എന്ന് ചോദിച്ചില്ല. 18 വർഷമുള്ള കൂനായ അമ്മച്ചി യേശു കണ്ടു. അമ്മച്ചി എത്ര വർഷമായി കൂനിട്ടെന്ന് ചോദിച്ചോ? ഇല്ല. പിറവിയിലെ കൈ വരണ്ട മനുഷ്യനെ ആലയത്തിൽ വെച്ച് കണ്ടു. എടാവൂ എന്നാടാ കൈ വരണ്ടെന്ന് ചോദിച്ചോ? ഇല്ല. 12 വർഷം രക്തസ്രാവക്കാരിയെ കണ്ടു. എത്ര വർഷമായി സഹോദരി ഈ രോഗമാണ്? ചോദിച്ചില്ല. കർത്താവ് ആരോടും അങ്ങനെ ചോദിച്ചിട്ടില്ല. എന്നാൽ ചെന്നിടത്തൊക്കെ കർത്താവ് എഴുതിയൊക്കെ അങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്ന് അവൻ അറിഞ്ഞു. ശ്രദ്ധിച്ചേ. സ്തോത്രം. പക്ഷെ ആരോടും ചോദിക്കാത്തൊരു ചോദ്യം ഈ കൊച്ചൻ്റെ അപ്പനോട് ചോദിക്കുകയാണ്, എത്ര കാലമായി ഇതിവന്റെ മേൽ വന്നിട്ട്? ആ ബാക്കി ഒന്ന് വായിച്ചേ. ഇതവന് സംഭവിച്ചിട്ട് എത്ര കാലമായി എന്ന് അവന്റെ അപ്പനോട് ചോദിച്ചതിന് അപ്പന്റെ മറുപടി ചെറുപ്പം മുതൽ ഉണ്ടായത് മുതൽ ശിശുവായിരുന്നത് മുതൽ ഇത് പലപ്പോഴും ഇവനെ തീയിലും വെള്ളത്തിലും തള്ളിയിട്ട് നശിപ്പിക്കേണ്ടതിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ പത്രത്തിൽ കഴിഞ്ഞ ആഴ്ച വായിച്ചു, നാളെ SLC പരീക്ഷയുള്ള പയ്യൻ ഇന്നലെ സ്കൂളിലെ സോഷ്യൽ സർവീസ് എല്ലാം കഴിഞ്ഞ് ഫോട്ടോ എടുപ്പും കഴിഞ്ഞ് കൂട്ടുകാരുടെ എല്ലാം ഡയറിക്കകത്ത് എഴുതി കൊടുത്തും വെച്ച് വീട്ടിൽ വന്നും വെച്ച് പെരയുടെ മോളത്തെ നിലയിൽ കയറി ഭിത്തിയെ ചാരി ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. ആ ഭിത്തി അവൻ്റെ മണ്ടയ്ക്കോട്ട് വീണു, അവൻ ചത്തുപോയി. നിങ്ങൾ വായിച്ചായിരുന്നോ? ഈ കഴിഞ്ഞ ആഴ്ച പരീക്ഷ തലേ ദിവസം. പ്രൈസ് ദി ലോർഡ്. പിറ്റേ ദിവസം പരീക്ഷയ്ക്ക് പോയിട്ട് വന്നവൻ നെറ്റ് കിട്ടാഞ്ഞുകൊണ്ട് 4-ാം നിലയുടെ മേളിൽ കയറി. അവിടെ കയറി നെറ്റിന് വേണ്ടി നോക്കി, കൈവരിയില്ലാത്ത 4-ാം നിലയായിരുന്നു. തിരിച്ചിറങ്ങി വന്നപ്പോൾ താഴെ വീണ് ചത്തുപോയി. പ്രൈസ് ദി ലോർഡ്. 4 പിള്ളേർ ഒന്നിച്ച് പെരുന്നേരി കുളിക്കാൻ പോയി. 2 പേരുടെ ശവം കിട്ടി, 2 പേര് രക്ഷപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്.
2 പേര് നമ്മുടെ ഇവിടെ മൂവാറ്റുപുഴയ്ക്കടുത്ത് പുഴയെ ചാടി 4 പേര് എഞ്ചിനീയർ പിള്ളേരായിരുന്നു. അത് 2 പേര് മരിച്ചുപോയി. വായിച്ചപ്പോൾ ഭയങ്കര സങ്കടം ഉണ്ടായി. നമുക്കവിടെ ചെന്ന് അനുശോചനം പറയാൻ കഴിയത്തില്ലെങ്കിൽ നമ്മൾ പേപ്പർ നോക്കി 2 ദിവസം ചിന്തിച്ചിരുന്നു. പക്ഷേ അന്ന് സംഭവിച്ച കാര്യമാണെങ്കിലും ഈ വാക്യം പ്രസക്തമാണ്. ഇവൻ ജനിച്ചത് മുതൽ അവൻ അവസരം നോക്കിയതാ, എന്നേരമേ ഒത്തുള്ളൂ. മനസ്സിലായില്ല? പ്രൈസ് ദി ലോർഡ്. വെള്ളത്തിൽ വീണത് അന്നേരമല്ല, എന്നേരമാ അവൻ അവസരം കിട്ടിയേ. സൗകര്യം ആരും പൊക്കിയെടുക്കാതെ മുക്കാൻ പറ്റിയ അവസരം എന്നേരം കിട്ടിയേ. പക്ഷെ ഇവൻ ജനിച്ചപ്പോൾ മുതൽ ഇവൻ പുറകെ നടക്കുക, എപ്പം മുക്കാനൊക്കുമെന്ന്, എപ്പം കത്തിക്കാനൊക്കുമെന്ന്. മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ അതിന് വിടുതൽ തരാനാ ദൈവാത്മാ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. നീ കണ്ടു കൊതിച്ചിരാത്ത പലതിനെയും ഓ റകബനഗഷ് ദീപാബാബാഷ് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. CCTV പിടിച്ചോണ്ടിരിക്കുക. മിഷായൽ പ്രാർത്ഥനയ്ക്കായി പള്ളിയിൽ പോന്നു, പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്നു, പാലത്തേക്ക് കയറുന്നു, പിന്നെ അവളെ കണ്ടിട്ടില്ല. പിറ്റേ ദിവസം ശവം കിട്ടി. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിശ്വസിക്കുന്നു ഒരു യോഗത്തിനേലും വന്ന് പ്രാർത്ഥിച്ച കൊച്ചായിരുന്നെങ്കിൽ ഒരു പക്ഷെങ്കിൽ ദൈവം പിടിപ്പിച്ചേനെ. ഇന്ന് നീ ഇവിടെ വന്നതല്ല, നീ കോളേജിൽ പോകാൻ വന്നതാ. പക്ഷെ ദൈവമ്മ തള്ളിക്കൊണ്ട് നിന്നെ കൊണ്ടുവന്ന, നിന്നെ കൊണ്ടുവന്നത് നിന്നെ ശത്രു നശിപ്പിക്കും മുമ്പേ, നിന്നെ ഭൂമുഖ തുടച്ചു മാറ്റും മുമ്പേ നിനക്കൊരു വിടുതൽ തരാൻ വിശ്വസിക്കുന്നവർ മാത്രം, വിശ്വസിക്കുന്നവർ മാത്രം. ഓ ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ട് ഞാൻ പറഞ്ഞ മർമ്മം? യേശുവിൻ്റെ ചോദ്യം നമ്മളിപ്പോഴാണ് പത്രത്തിൽ വാർത്ത കണ്ട്. ഡ്രൈവറും 16 കുഞ്ഞുങ്ങളും കൊണ്ട് സ്കൂളിലേക്ക് വണ്ടി കൊണ്ടുപോയി, വണ്ടി മതിലിടിച്ചു, 3 പിള്ളേരും ഡ്രൈവറും ചത്തു, ബാക്കി 13 പിള്ളേർ രക്ഷപ്പെട്ടു. നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടായി, 3 പാവപ്പെട്ട പിള്ളേർ ചത്തുപോയല്ലോ. പ്രൈസ് ദി ലോർഡ്. വണ്ടി ഇടിച്ചതും അതിലേക്ക് കയറിയതൊക്കെ നമുക്ക് തോന്നും അവിചാരിതമാണ്. പക്ഷെ ഇവിടെ വാക്യം വളരെ പ്രസക്തമാണ്. ഇതിവനെ നശിപ്പിക്കേണ്ടതിന്, ഹലോ, ഇതിവനെ നശിപ്പിക്കേണ്ടതിന്. പ്രൈസ് ദി ലോർഡ്. ആങ്ങളെയും പെങ്ങളും കൂടെ കളിച്ചതാ, കട്ടിലിരുന്നുണ്ട്. സ്തോത്രം. കളിച്ചപ്പോൾ പെങ്ങളുടെ ഷാളിൻ്റെ അറ്റം ആങ്ങളുടെ കരുത്തെ കുരുങ്ങി. ഇത് കുരുങ്ങി അറിയാതെ പെങ്ങൾ അങ്ങോട്ട് വലിച്ചു, ആങ്ങളെ ഇങ്ങോട്ട് വലിച്ചു, ആങ്ങളെ ഇതിനകത്ത് പോയി. കെട്ടിയാന്ന പോലെ ആയിപ്പോയി. മനസ്സിലാകുന്നുണ്ടോ? ഇതെല്ലാം പേപ്പറിൽ വന്ന വാർത്ത ഞാൻ വായിച്ചത് പറയുവാ. അതെന്നേരം നമുക്ക് തോന്നും കളിച്ചോണ്ടിരുന്നപ്പോൾ കുരുങ്ങി. അങ്ങനല്ല, ഇതാ പ്രസക്തം. ഇതവനെ നശിപ്പിക്കേണ്ടതിന് നീ കണ്ട് ലാളിച്ച പലതിനെയും, നീ കണ്ട് ഓമനിച്ച പലതിനെയും കണ്ട് കൊതി തീരും മുമ്പേ നിന്റെ കയ്യിൽ നീ കാക്ക നെയ്യപ്പം തട്ടിപ്പറിച്ചോണ്ട് പോകുന്ന പോലെ തട്ടിപ്പറിച്ചോണ്ട് പോകാൻ. ഓ റഗൽ ഖമന റബഷ്. ഓ ചൂടാ ബാബാ ബാബാ ശാംധരാധരാജന റിഖ ബാബാ ബാബാ. ഓ ഇങ്ങനൊന്നും ആരാധിച്ചാ പോരാ, ഇങ്ങനൊന്നും ആരാധിച്ചാ പോരാ. ആഴത്തിൽ ചില വിടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാ. നിന്റെ കുടുംബത്തെ ഒരു വിലാപ ഭവനമാക്കുവാൻ, ഓ ഒരു നെടുവീർപ്പുള്ള കുടുംബമാക്കി മാറ്റുവാൻ, ചില അനാഥത്വം വിളിച്ചു വരുത്തുവാൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. മോശ അടിച്ചു, ആ തലമുറ വിടുവിക്കപ്പെട്ടു. അപ്പൊ ആരോടാ ഈ പ്രശ്നമൊക്കെ? വാക്തത്വം. അല്ലാത്തവരുടെ പ്രശ്നമില്ല. അല്ലാത്ത പിള്ളേർ കായലിൽ പോയി ചാടിയാൽ അവൻ രക്ഷപ്പെടും. കാരണം അവൻ ഇവൻ്റെ ആളല്ലേ. അവൻ ജീവിച്ചിരുന്നാൽ ഇവന് ശല്യമൊന്നുമില്ല. പക്ഷെ നീ ജീവിച്ചിരുന്നാൽ, നിന്റെ തലമുറ ജീവിച്ചിരുന്നാൽ, നീ മൂലം ദൈവരാജ്യത്തിന് പ്രയോജനം ഉണ്ടാകും, ദൈവസഭയ്ക്ക് പ്രയോജനം ഉണ്ടാകും, ദൈവദാസന്മാർക്ക് പ്രയോജനം ഉണ്ടാകും. ഒത്തിരി പാപികൾ മാനസാന്തരപ്പെടും. ഒന്നുമല്ല, നാളെ യോഗത്തിന് 10 പേരെ കൂട്ടിക്കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. എടി ഇന്ന് പകൽ എന്നോട് ദൈവാത്മാവ് ഒരു ദൂത് പറഞ്ഞടി, അത് നീ ഭയങ്കര സംഭവ, നീ വാന്ന് പറഞ്ഞ് വിളിച്ചോണ്ടിരും. നാളെ ഈ സൈഡെല്ലാം നിറയും. ഹലോ, മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ വാഗ്ദത്തമുള്ള ഒരു തലമുറയെ കുടുംബത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ, ദേശത്തും തുടച്ചു മാറ്റാൻ പിശാച് ശ്രമിക്കുമ്പോൾ ഞങ്ങൾക്ക് അഭിഷേകം തന്നു. അഭിഷേകം തന്നുകൊണ്ടല്ലയോ ഒരു ഭയങ്കര വാടകയോ കൊടുത്ത് ഈ ഭയങ്കര ടെൻ്റൊക്കെ ഇട്ട് നിങ്ങളോട് പറഞ്ഞ സ്വോത്രകാഴ്ച ഇടണേ, പിരിവ് കൊടുക്കണേ എന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം. പ്രൈസ് ദി ലോർഡ്. എങ്ങനെങ്കിലും നാളെ
നിന്റെ വീട്ടിൽ ഉയരാൻ പോകുന്ന കരിങ്കൊടി ഉയരാതിരിക്കാൻ ഓ ഓ ഇന്ന് പകൽ അഴിയുകയാ. ഒരു ബ്രേക്ക് ത്രൂ സംഭവിക്കുകയാ. വരുത്തുമെന്ന് പിശാച് പ്ലാനിട്ട് ചില അനർത്ഥങ്ങൾ, ചില അപകടങ്ങൾ, പെടുമരണങ്ങൾ, ചില കെടുതികൾ, ആത്മഹത്യകൾ ഈ ഉപവാസന 3-ാമത്തെ പകൽ ദൈവം അഴിച്ചുകൊണ്ടിരിക്കുകയാ. ദൈവാത്മാവ് ഈ പകൽ ആഴമായി ഇടപെടുകയാ. നീ ആത്മാവിൽ അതിനെ കാൻസൽ ചെയ്യണം. നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ തലമുറ ഈ പകൽ മുദ്രയിടണം. യേശുവിന്റെ രക്തം കൊണ്ട് ഒരു ദുഷ്ടൻ കാണല്ല. എത്ര പേര് തയ്യാറുണ്ട്? ഓ ശക്തമായി ഏറ്റെടുത്ത് ആരാധിക്കട്ടെ. രക്തത്താലേ ജയം. ഹല്ലേലൂയ. ഓ കൃപ. നമുക്കൊന്നുകൂടെ കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. സെക്കരിയാവിനോട് ദൂത് പറയാണ്. സെക്കരിയാവേ, ലോകം പറഞ്ഞില്ലേ ഇനിയും നിന്റെ ഭാര്യ മച്ചിയായിരിക്കുന്ന എലിസബത്തിന് പിള്ളേരുണ്ടാകത്തില്ലെന്ന്? നിന്നോട് പറഞ്ഞില്ലേ നീ ഒരു മച്ചനാ, പിള്ളേരുണ്ടാകത്തില്ലെന്ന്? പ്രായത്രയായില്ലേ, വളരെ വയസ്സ് ചെന്നില്ലേ? പ്രൈസ് ദി ലോർഡ്. പക്ഷേ ദൂത് ഞാൻ കൈമാറുന്നു. നിന്റെ ഭാര്യ എലിസബത്ത് തന്നെ നിനക്ക് ഒരു മകനെ പ്രസവിക്കും. നോക്കി, എന്തോ ദൂതാന്ന് നോക്കി. ഓപ്പറേഷൻ അല്ല, സിസേറിയൻ അല്ല, കണ്ടിരിക്കുന്നത് കണ്ടോ? കർത്താവ് തരുന്നതിന് 5 കാശ് വേറെ മുടക്കില്ല. ആ കെയർ ഓഫിൽ ഒറ്റ ഹോസ്പിറ്റലുകാർ 100 രൂപ മേടിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. എത്ര മനസ്സിലാകുന്നുണ്ട്? തമ്പുരാൻ തരുന്ന കെയർ ഓഫിൽ 5 രൂപ ഒരു ഹോസ്പിറ്റലുകാരൻ മേടിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. കറക്റ്റ് ദൂതല്ലേ? നിന്റെ ഭാര്യ നിനക്ക് ഒരു മകനെ പ്രസവിക്കും. അവന് നീ യോഹന്നാനെന്ന് പേരിടണം. അവൻ്റെ ജനനത്തിങ്കൽ നിനക്ക് ഉല്ലാസവും സന്തോഷവും ഉണ്ടാവും. ഒരു സ്വോത്രം പറഞ്ഞ്, ഉല്ലാസമുള്ളവരൊക്കെ ഒരു സ്വോത്രം പറഞ്ഞു. ആ മുഖത്ത് നോക്കി, ഉല്ലാസം വല്ലതും. എനിക്ക് തോന്നുന്നു, എൻ്റെ ധാരണ തെറ്റാണ്, പക്ഷേ ഞങ്ങൾ ഈ ഗ്രാമതലത്തിൽ ജീവിക്കുന്നവരാണ്. ഇതുപോലെ പട്ടണമൊന്നുമല്ല. റാന്നിയും പിച്ചറിയൊക്കെ ഗ്രാമങ്ങളാണ്. നമ്മുടെയൊക്കെ ഈ ചിരിക്കാൻ ഉപയോഗിക്കുന്ന മസിൽ എല്ലാവരുടെയും സ്റ്റക്കായി പോയെന്നാണ് എൻ്റെ ചിന്ത. എൻ്റെ തെറ്റിദ്ധാരണയാണ്, ക്ഷമിക്കണം. കാരണം ഏതൊരു കാര്യം ഉപയോഗിക്കാതിരുന്നാൽ അതിൻ്റെതായ കുഴപ്പമുണ്ടല്ലോ. അപ്പം അതിങ്ങനെ ഉപയോഗിക്കാതിരുന്നിരുന്നിരുന്ന ആ മസിലെല്ലാം നിങ്ങൾ പിടിച്ചു നോക്കി, ഉണ്ടോ ആ മസിലുണ്ടോ എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും കൂടുതൽ പ്രഷറുള്ള ആളുകൾ കേരളത്തിലാണ്. സ്തോത്രം. അവർക്ക് ഭയങ്കര ടെൻഷനാണ്. ഞാൻ കഴിഞ്ഞ 8 ദിവസം ദുബൈയിലായിരുന്നു. ദേവദാസനെ ഗുജറാത്തിൽ പോയ സമയത്ത് ഞാൻ ദുബൈയിൽ 2 കൺവെൻഷനായിട്ട് പോയി. ഒറീസായി പോയ സമയത്ത് ഞങ്ങൾ 1 ദിവസം തിരിച്ചു വന്ന്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു ഭയങ്കര മൾട്ടി മില്യണിയർ എൻ്റെ അടുക്കെ പ്രാർത്ഥിക്കാൻ വന്നു. അദ്ദേഹത്തിന് ഈ പട്ടണത്തിലും ദുബൈ പട്ടണത്തിലും കാനഡ ടൊറോണ്ടോയിലും എന്ന് വേണ്ട പ്രധാനപ്പെട്ട പല സ്ഥലങ്ങളിൽ വലിയ വലിയ സ്ഥാപനങ്ങൾ, ബിസിനസ്സുകളൊക്കെ ഉള്ള ആളാണ്. മകന് താൻ ഒത്തിരി ഉണ്ടാക്കിയിട്ടേക്കുക. ലാൻഡ് ക്രൂയിസർ വേണേ അത്, ലെക്സസ് വേണേൽ അത്, ജാക്വർ വേണേ അത്. പക്ഷേ ദുബായ് വീട്, ട്രിവാൻഡ്രത്ത് വീട്, ടൊറോണ്ടോയിൽ വീട്, ഇതൊന്നും മേടിക്കാതെ അവനൊരു വാടകപ്പുരയിൽ പോയി ഒരു പഴയ കൊച്ചു കാർ ഉപയോഗിച്ച് അവൻ ജീവിക്കുക. അവൻ പറഞ്ഞ് എനിക്ക് ഒരു പൈസയും വേണ്ട. സ്തോത്രം. അവൻ മടങ്ങി വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, അപ്പൻ മടങ്ങി വന്നാലേ അവൻ മടങ്ങി വരത്തുള്ളൂ.
അപ്പൻ ഈ പൈസയുടെ പുറകെ പോയപ്പോൾ പിള്ളേരുടെ കാര്യം മറന്നുപോയി. പൈസ അല്ല, ഇപ്പം പിള്ളേർക്ക് അപ്പനെ വേണ്ട, പൈസയും വേണ്ട. സ്തോത്രം. മനസ്സിലായില്ല. പ്രാർത്ഥിക്കാൻ സമയമില്ല, യോഗത്തിന് സമയമില്ല, ഉപവാസത്തിന് സമയമില്ല, കാശേ എന്നും പറഞ്ഞ് ഡബിൾ ഡ്യൂട്ടിയും ട്രിപ്പിൾ ഡ്യൂട്ടിയും ഓൾ നൈറ്റും എല്ലാം കൂടെ ചെയ്ത് പൈസ ഉണ്ടായി. പക്ഷേ ഇപ്പം അനുഭവിക്കാൻ ആരുമില്ല. പ്രൈസ് ദി ലോർഡ്. പിള്ളേർ വീട്ടിൽ തന്നെയാണേ ഉറങ്ങുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം അപ്പന്മാരിലേക്കും നിരപ്പാക്കുന്ന ഒരു തലമുറ. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. യഥാർത്ഥ അപ്പൻ്റെ അമ്മയുടെ അവകാശം മക്കളല്ലേ? മക്കൾ നമ്മുടെ അവകാശമാണ് അല്ലേ? നീതിമാൻ്റെ അവകാശമാണ് അല്ലേ? പക്ഷേ പുസ്തകം പറഞ്ഞ നീതിമാൻ്റെ അവകാശത്തിന്മേൽ ദുഷ്ടൻ്റെ ചെങ്കോലിരിക്കുക. ആ വാക്യം വായിക്കുമ്പോൾ നമ്മുടെ ധാരണ നമ്മുടെ വസ്തുവിൻ്റെ മണ്ടയ്ക്കാരൻ്റെ ചെങ്കോല് വെച്ചേക്കാന്ന. നമുക്ക് ഈ വസ്തുവിൻ്റെ ഓർമ്മയുള്ളല്ലോ. ഹലോ, ആ വാക്യം വായിക്കുമ്പോൾ നമ്മുടെ ധാരണ നമ്മുടെ വീടിൻ്റെ മണ്ടയ്ക്ക്, നമ്മുടെ കാറിൻ്റെ മണ്ടയ്ക്ക്, നമ്മുടെ വസ്തുവിൻ്റെ മണ്ടയ്ക്ക് ആരുടെ ചെങ്കോല്. അങ്ങനല്ല. നിന്റെ അവകാശം നിന്റെ മക്കളാ. സ്വതന്ത്രം പറയുന്നില്ല. ആ അവകാശത്തിന് മേൽ ഇപ്പം ആരുടെ ചെങ്കോലിരിക്കുക? ഈ ഉപവാസത്തിൽ അത് ഒടിയണം. ഓ, ഒടിയട്ടെ. ഒന്ന് ഒടിയാൻ വേണ്ടി നീ ആരാധിച്ചേ. ഇനി അതതിൻ്റെ മീതെ ഇരിക്കരുത്. നിന്റെ തലമുറയുടെ ബുദ്ധിയെ കെട്ടി, ഭാവിയെ കെട്ടി, വിദേശ യാത്രകളെ കെട്ടി, പല ജയങ്ങളെ കെട്ടി, തൂട്ടാൻ പറ്റ സകല ചെങ്കോലികൾ ഈ ഉപവാസന മൂന്നാമത്തെ പകൽ വചനത്തിന്റെ ആഴമേറിയ വെളിപ്പാടിൽ പരിശുദ്ധാത്മ ഒടിച്ചു മാറ്റേണ്ടതിന് ഓ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പിള്ളേരെ കൊണ്ട് ഉല്ലസിക്കുകയും സന്തോഷിക്കുകയും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര മാതാപിതാക്കളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇത് ജിഷ്ണുവിൻ്റെ അമ്മ കരച്ചിൽ തുടങ്ങിയിട്ട് 3 മാസമായി. കരഞ്ഞ് ഇവിടെ നമ്മുടെ നിയമസഭയുടെ പിന്നെ വന്ന് അടുത്ത ആഴ്ച കരയാൻ പോവാം. തുടങ്ങി. നിങ്ങളിവിടെ ചിരിക്കുമ്പോൾ അവരുടെ കരയുക. ഹലോ, അവൻ എഞ്ചിനീയറായി, വിസ കിട്ടി, UAE പോയി, അവിടുന്ന് അമേരിക്കയിൽ പോയി, പിന്നെ ഓസ്ട്രേലിയയിൽ പോയിട്ടൊക്കെ വരുന്നത് കാണാനും അവിടെ പോയി താമസിക്കാനും ഒക്കെ കൊതിച്ചിരുന്ന നിനക്ക് ആഗ്രഹമില്ലേ? നിനക്കും ആഗ്രഹമില്ലേ? പ്രൈസ് ദി ലോർഡ്. സാധിക്കും. ഒറ്റ കാര്യം, നുഖം ഒടിഞ്ഞാൽ മതി. നുഖം ഒടിയണം. ഓ, നിനക്ക് ഉല്ലസിക്കാൻ കഴിയാതെ, സന്തോഷിക്കാൻ കഴിയാതെ, ആനന്ദിക്കാൻ കഴിയാതെ, ഹല്ലേലൂയ, ദുഷ്ടപിശാചു വെച്ച സകല ചെങ്കോലികൾ ഇന്ന് പകൽ ദുഷ്ടന്റെ എല്ലാ അധികാരങ്ങൾ ഒടിഞ്ഞു മാറേണ്ടതിന് ശക്തനായ യോഹന്നാൻ സ്നാപകൻ ഇന്ന് പകൽ ഈ സ്റ്റേജെ പ്രസംഗിക്കാൻ വന്നാലും മടങ്ങി വരണമെങ്കിൽ ഒരുക്കമുള്ള ജനമായിരിക്കണം. അങ്ങനെ വാക്യം. അവൻ ഒരുക്കമുള്ള ഒരു ജനത്തെ ദൈവത്തെങ്കിലേക്ക് മടക്കി വരുത്തും. ശ്രദ്ധിച്ചേ, ആരെയാ? എല്ലാവരും പറഞ്ഞേ, ഒരുക്കമുള്ള. അപ്പോൾ കർത്താവേ, നീ എന്നോട് പറഞ്ഞാൽ, ദൂത് അറിയിച്ചാൽ, വചനം വെളിപ്പെട്ടാൽ, അതെന്തുമാകട്ടെ അതങ്ങനെ ചെയ്യാൻ ഞാൻ ഒരുക്കമുള്ള വ്യക്തിയാണ് എന്ന് സമർപ്പിക്കുന്നവരുടെ കരം ഒന്ന് കണ്ടോട്ടെ. ഈ ദൈവത്തിൻ്റെ പ്രത്യേകത, നിന്നോട് ഈ ചുട്ടുപൊള്ളുന്ന 33 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ളപ്പം ഈ തിരുവനന്തപുരം റോട്ടിൽ കൂടെ ചെരുപ്പിടാതെ റാന്നിക്ക് വരാനൊന്നും ഈ ദൈവം പറയത്തില്ല. അപ്പം നീ ചെരുപ്പിടാതെ ഈ ചാറിങ് റോഡ് ഇവിടെ നടക്കാൻ, റെബറൈസ്ഡ് റോഡല്ലേ, ചുട്ടുപൊള്ളുന്ന റോഡാണ്, കാലിൽ അങ്ങോട്ട് പഴുത്ത് റാന്നി വരെ നടന്നു വരാൻ പറയത്തേ ഇല്ല. സ്വതന്ത്രം പറഞ്ഞാൽ ഈ മഞ്ഞുള്ള രാത്രിയിൽ നീ ശവക്കോട്ടെ പാനൊന്നും പറയത്തില്ല. അങ്ങനെ ശവക്കോട്ടെ പോയി നീ മെഴുതിരി ഒന്നും കത്തിക്കണ്ട. സ്വതന്ത്രം ആരും പറയുന്നില്ല. കർത്താവ് ആകെ ചോദിക്കുന്നത് നിന്റെ ആ ഹൃദയം എനിക്കൊന്ന് വസിക്കാൻ വേണ്ടി തരണം. എന്ത് സിമ്പിളാ.
5 പൈസ മുടക്കില്ല. നിന്റെ ഹൃദയം എനിക്കായിട്ടൊന്ന് തരണം. 2, എൻ്റെ കൽപ്പനയാണോ സ്നാനം നീ എന്ത് ചെയ്യണം. 3, ഈ ആഴത്തിലെ പോരിനെ അടിക്കാൻ കൊള്ളാവുന്ന ആത്മാവിനെ നീ പ്രാപിക്കണം. മറഞ്ഞിരിക്കുന്ന ഈ പോരുകളെ അടിക്കാൻ കൊള്ളാവുന്ന അഭിഷേകം നീ പ്രാപിക്കണം. പിന്നെ ഈ വക്രതയുള്ള കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നിന്ന് വേർപെടണം. വിശുദ്ധന്മാരോട് വന്ന് ആരാധിക്കണം. ഇത്രയൊക്കെ കാര്യമുള്ളൂ. ഇത്ര ലളിതമായി രക്ഷ വെച്ചേക്കുന്ന വേറെ ഏത് സ്ഥാപനമുള്ളു? സ്തോത്രം പറഞ്ഞേ, നല്ല സ്തോത്രം പറഞ്ഞേ. ഇന്ന് പകൽ വിടുതൽ വേണമോ? നീ ചില ചെറിയ കാര്യങ്ങൾ ചെയ്യണം. യോഹന്നാനെ കുറിച്ച് പറയാണ്, അവന്റെ ജനനത്തിങ്കൽ നിനക്ക് ഉല്ലാസം ഉണ്ടാവും. 2, നിനക്ക് സന്തോഷം ഉണ്ടാവും. 3, പലരും സന്തോഷിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വീട്ടിലെ പിള്ളേരെ കണ്ടിട്ട് നാട്ടുകാരെല്ലാം സന്തോഷിക്കുന്നുണ്ടോ? സഭക്കാർക്കില്ലല്ലോ, പിന്നല്ലേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ മനസ്സിനൊരു മാറ്റം വരണം. നമ്മുടെ ധാരണ വയറിന് മാറ്റം വരുന്നതാണ്. കഴിക്കാതിരുന്നിട്ട് മിണ്ടായിരുന്നൊരു കാര്യം വല്ലതും ഉണ്ട്. ഇന്നലെ ഞങ്ങളുടെ അവിടെ പ്രസംഗിക്കാൻ വന്ന ഒരു അച്ചായൻ എൻ്റെ ജ്യേഷ്ഠൻ മരിച്ചു കിടക്കുമ്പോൾ പറഞ്ഞ ഒരു അനുശോചന ഒരു കാര്യം പറഞ്ഞു. വെപ്പ് പോലെ ചിരിക്കാൻ കൊള്ളാം, ചവയ്ക്കാൻ കൊള്ളരുതെന്ന് പറഞ്ഞു. വെപ്പ് പോലെ ചിരിക്കാൻ കൊള്ളാം, ആഹാരം ചവയ്ക്കാൻ കൊള്ളരുതെന്ന് പറഞ്ഞു. ഹലോ, പ്രൈസ് ദി ലോർഡ്. പിന്നെ പുള്ളി പറഞ്ഞു, ഈ മരിച്ചു കഴിഞ്ഞിട്ട് കണ്ണാടി വെച്ച് അടക്കാൻ വിടുക. അതെന്തിനാണ്? ഇതുവരെ പുള്ളിക്ക് 10-70 വയസ്സുള്ള ആളാണ്, ഇതുവരെ പിടികിട്ടില്ലെന്ന് പറഞ്ഞു. നീ കുഴി പോയിരുന്ന പുസ്തകം വായിക്കാനാണോ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ചിരിക്കേണ്ടതും കണ്ണ് തുറന്ന് വല്ലതും കാണേണ്ടതും ചെവി തുറന്ന് വല്ലതും കേൾക്കേണ്ടതും കേട്ടത് അനുസരിക്കേണ്ടതും പുസ്തകം വായിക്കേണ്ടതൊക്കെ ജീവിച്ചിരിക്കുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനല്ലേ? ദൈവത്തിന് സ്തോത്രം. ഇതങ്ങോട്ട് അനുസരിക്കാൻ തുടങ്ങിയാൽ ഇതുപോലെ മാനിക്കുന്ന വേറൊരു പുസ്തകമുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിന്റെ ഭവനത്തിൽ ആണ്ടിലാണ്ടിൽ ഒന്നിനെ തട്ടിയിട്ട് പോകുന്ന പരിപാടി ഉണ്ടെങ്കിൽ, ആണ്ടിലാണ്ടിൽ ഒരു അനർത്ഥം വരുത്തിട്ട് പോകുന്ന പരിപാടി ഉണ്ടെങ്കിൽ, ആണ്ടിലാണ്ടിൽ ഒരു അപകടം വരുന്ന പ്രോഗ്രാം ഉണ്ടെങ്കിൽ, അതിൻ്റെ പുറകിൽ എന്തോ ഒരു കാര്യമുണ്ട്. നീ അറിയാതെ ആരോ വെള്ളത്തിൻ്റെ അടുക്കലൊക്കെ പോകുന്നുണ്ട് രാത്രി. സ്തോത്രം. അതെല്ലാം അഴിയാനാണ് ഉപവാസം. അതെല്ലാം അഴിയാനാണ് ഉപവാസം. അതിന് 21 വരെ കാത്തിരിക്കണ്ട. ഇന്ന് പകൽ അഴിച്ചുകൊണ്ടിരിക്കുക. നീ ഇങ്ങോട്ട് വന്ന 100 വിഷയങ്ങളിൽ ബന്ധിക്കപ്പെട്ടാണെങ്കിൽ ഇന്ന് പകൽ വചനം അത് മുഴുവൻ അഴിച്ച് നിന്നെ ഒരു സ്വതന്ത്ര വ്യക്തിയായി ഈ പകൽ ദൈവാത്മാവ് നിന്നെ ഉല്ലാസമുള്ളൊരു വ്യക്തിയായിട്ട് അയക്കാൻ പോകുകയാ. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ വാക്തത്വം കേട്ടപ്പോൾ നമ്മളിരിക്കുന്ന ഒരു 5 മിനിറ്റ് നേരം ചിരിക്കാതെയും പ്രതികരിക്കാതെയും യോഹന്നാൻ നിന്നുപോയി. കാരണം അപ്രതീക്ഷിതമായി സംഭവിക്കാൻ സാധ്യതയില്ലാത്തൊരു ദൂത് കേൾക്കുമ്പോൾ നമ്മളാളിലും സ്റ്റക്കായി പോകുമല്ലോ. ഇപ്പം തന്നെ 1 മണിയായപ്പോൾ ഉറങ്ങുന്നവരുണ്ട്. ഞാൻ അവരെ വഴക്ക് പറയത്തില്ല. ഞാൻ ധ്യാനിച്ചിട്ട് വന്നതിൻ്റെ ബാക്കി ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ നിങ്ങൾ ധ്യാനിക്കണം. ഞാൻ ശരിക്കും ധ്യാനിച്ചിട്ട് വന്നാ സ്വത്രം പറഞ്ഞില്ല. എൻ്റെ മുടിയൊക്കെ നരച്ചാലും കാണാൻ കൊള്ളത്തില്ലേ? നോക്കിയിരുന്നേ, വല്ല കുഴപ്പമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. കണ്ണടച്ചിരിക്കല്ലേ, കണ്ണ് തുറന്നിരുന്നേ. നീ കണ്ണടച്ച എപ്പോഴാണെന്നറിയാമോ? നിന്റെ വിടുതൽ സംഭവിക്കേണ്ട സമയമാണ്. കറക്റ്റ്. അത് ദുഷ്ടന് മനസ്സിലായി. എന്നാലും നിന്റെ കണ്ണടപ്പിച്ച എന്നോട് പിണങ്ങിയൊന്നുമല്ല. അതുകൊണ്ട് സ്തോത്രത്തിൽ ജാഗരിച്ചിരിക്കണം. നല്ല സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സെക്കരിയാവ് മിണ്ടിയില്ല. ഒരു ചോദ്യം ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കാനാണ്?
ദൈവത്തിൻ്റെ ദൂത് അവിശ്വസിച്ചതുകൊണ്ട് തമ്പുരാൻ അവൻ്റെ നാക്കിന് വായിക്കും കൊണ്ട് ക്ലിപ്പിട്ടു. വാ പൂട്ടാൻ ഒരു കാര്യമുണ്ട്. ഒരു ഏകദേശം 75 വയസ്സെന്ന് വെച്ചോ സെക്കരിയാവിന്. ഒരു വയസ്സിൻ്റെ കുറവ് 74 വയസ്സ് എലിസബത്തിന്. ഇപ്പോൾ 74 വയസ്സുള്ള എലിസബത്ത് സെക്രട്ടറിയോട് പറയാണ്, ക്ഷമിക്കണം ഞാൻ പറയുന്ന പദങ്ങൾ നാട്ടിലെ ഭാഷയ, മനുഷ്യ, ഞങ്ങളുടെ നാട്ടിൽ വിളിക്കുന്ന ഞങ്ങളുടെങ്ങത്തെ മനുഷ്യ, ഞങ്ങളുടെ വീട്ടിലെ മനുഷ്യ എന്നൊക്കെ വിളിക്കും. വിശേഷം ഉണ്ടെന്നാണ് തോന്നുന്നത്. ആര് പറഞ്ഞു? അല്ല, ഞാൻ ഒന്നിനും ഛർദ്ദിച്ചായിരുന്നു. മാങ്ങ തിന്നാൻ ഒരു ചെറിയ സിംറ്റം ഉണ്ട്. ഈ 2 കാര്യം പറഞ്ഞെന്നിരിക്കട്ടെ. ഉടനെ സെക്രട്ടറി പറയും, ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ തോന്നും. പ്രൈസ് ദി ലോർഡ്. അത് ഈ പ്രായത്തിൻ്റെയാണ്. 2, ഗ്യാസ് ഉണ്ടായാലും അങ്ങനെയൊക്കെ തോന്നും. ഇപ്പം നേരം വെളുത്ത വയ്യോളം ഈ മനുഷ്യൻ്റെ വായിൽ നിന്ന് എന്തോ വരത്തുള്ളൂ, അവിശ്വാസത്തിൻ്റെ വാക്കേ വരത്തുള്ളൂ. ഇത് കേട്ടോണ്ട് ഈ കൊച്ചൻ വയറ്റിൽ നിന്ന് വളർന്നാൽ അവൻ വേണം യേശുവിന് വഴിവെട്ടാൻ. അപ്പം അവൻ പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ പറയും, എൻ്റെ പിന്നാലെ ഒരുത്തൻ വരാനും വരാതിരിക്കാനും സാധ്യതയുണ്ട്. സ്വതന്ത്രം പറഞ്ഞില്ല. കാലാവസ്ഥാ നിരീക്ഷകർ പറഞ്ഞ പോലെ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യത പറഞ്ഞ പോലെ എൻ്റെ പിന്നാലെ ഒരാൾ വരാനും. പ്രൈസ് ദി ലോർഡ്. നിന്റെ കുഞ്ഞ് ആരാധനയ്ക്ക് വരാത്തതിൻ്റെ കാര്യം മനസ്സിലായോ? കൊച്ചു വയറ്റി കിടന്നോണ്ട് നീ പറഞ്ഞെല്ലാം കൊച്ചു കേട്ടോണ്ടായിരുന്നേ. ഇപ്പോഴത്തെ വിഷയമല്ല. 3 മാസം മുതൽ കൊച്ചു ശ്രദ്ധിക്കുക. ഈ 9 മാസമാകുന്ന 6 മാസം നീ വീട്ടിൽ പറഞ്ഞ സകല അവിശ്വാസവും കൊച്ചു കേട്ടു. സ്വോത്രം ആരും പറഞ്ഞില്ല. അത് അന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓർത്തോണ്ടിരിക്കുകയൊന്നും വേണ്ട. ശ്രദ്ധിച്ച്. പ്രൈസ് ദി ലോർഡ്. നീ പ്രത്യാശയുടെ വാക്ക് പറഞ്ഞേ, വിശ്വാസം പറഞ്ഞേ, അത് നടക്കും, അത് കിട്ടുമെന്നേ, അത് സൗഖ്യമാകും, ആ വഴി തുറക്കും. അതിന് ആരടച്ചാലും തുറക്കും. എൻ്റെ ദൈവം അല്ലേ വലിയവൻ. അത് താമ്രകഥാണ് തുറക്കും, അത് ആഴിയാണേ പറ്റും. ഈ പറയുന്ന വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞ സന്തോഷത്തോടെ ഹല്ലേലൂയ. എത്ര പേര് തയ്യാറുണ്ട് ഇന്ന് മുതൽ പോസിറ്റീവായിട്ട് 10 കാര്യം പറയാൻ? നീ പറഞ്ഞ ആ വഴി തുറക്കുമെന്ന് പറഞ്ഞ് പിശാച് കേൾക്കട്ടെന്നേ. എടാ, നീ എങ്ങനെ പൂട്ടിയാലും എൻ്റെ കർത്താവ് തുറക്കും. നീ എങ്ങനെ അടച്ചാലും കർത്താവ് തുറക്കും. എൻ്റെ കർത്താവ് ആരാന്നാ നീ വിചാരിച്ചേ? എൻ്റെ അഭിഷേകത്താൽ, എൻ്റെ പ്രാർത്ഥനയാൽ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ 6 മാസമായി. ഇപ്പോൾ എലിസബത്തിന് 6 മാസം അകത്ത് യോഹന്നാനായി. ഈ സമയത്ത് മറിയ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പുള്ളിക്കാരുടെ കല്യാണം നടന്നിട്ടില്ല. ഇതേ ദൂതൻ മറിയ എടുക്കുമെന്ന് പറഞ്ഞ്, മറിയേ, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. അവൻ സർവ്വജനത്തിൻ്റെയും പാപത്തിൽ നിന്ന് അവരെ രക്ഷിക്കാനുള്ളവനാകാൻ നീ അവന് യേശു എന്ന് പേരിടണം. ഒരു സ്വതന്ത്രം പറഞ്ഞേ. ഇപ്പോൾ ഇവിടെ പറഞ്ഞു, ദൂതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ അതെങ്ങനെ നടക്കാനാ? എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, എനിക്കൊരു പുരുഷനെ അറിയത്തില്ല. ദൂതൻ്റെ ദൂത്, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നേരിടും. ജനിക്കുന്ന പ്രജ വിശുദ്ധ പ്രജയായിരിക്കും. പ്രൈസ് ദി ലോർഡ്. നിൻ്റെ സംശയം മാറാൻ, നിൻ്റെ ചാർച്ചക്കാരി നമ്മുടെ സെക്കരിയാ പുരോഹിതൻ്റെ ഭാര്യ എലിസബത്ത് ഉണ്ടല്ലോ, അവൾക്കിത് 6ാമത്തെ മാസമാണ്. ഈ ഒരു സംഭവം ഇപ്പം അറിയാവുന്ന 3ാമത്തെ ആളാണ് മറിയ. സെക്കരിയാവിനറിയാം, പക്ഷേ ഭാര്യയ്ക്ക് ഇങ്ങനെയാണെന്ന് പുള്ളി ആരോടും പറയാൻ വായെടുക്കാൻ വയ്യ. എലിസബത്തിന് അറിയാം, ഈ പ്രായമായതുകൊണ്ട് ആരോടും പറഞ്ഞിട്ടില്ല. ഈ പ്രായത്തിൽ ഇങ്ങനെയാണെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. ശ്രദ്ധിച്ചിരിക്കണേ. പ്രൈസ് ദി ലോർഡ്. 3ാമത് അറിയുന്ന ആരാണ്? മറിയ. ഇത് കേട്ടപ്പോൾ എന്നാൽ ശരിയാണോ എന്നറിയാൻ മറിയ ഒരു മല കയറി. ഒരു മലയുടെ മുകളിൽ താമസിക്കുന്ന ആര്? എലിസബത്ത്. ഒരു മല കയറി അവിടെ ചെന്ന് എലിസബത്ത് മറിയെ കാണുകയും രണ്ടുപേരുടെ കൈ കൊടുത്ത ഒറ്റ പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ പ്രൈസ് ദി ലോർഡ് അങ്ങോട്ട് പറയുകയും ആലയത്തിൽ പറഞ്ഞ ദൂത് ഇവിടെ നിവൃത്തിയായി.
ഇവിടെ അകത്ത് കിടന്ന കുഞ്ഞ് വയറ്റി വെച്ച അങ്ങ് ആത്മാവിലായി. ഓ പ്രൈസ് ദി ലോർഡ്. ഇവിടെ രക്ഷിക്കപ്പെട്ട് 25 വർഷമായിട്ട് ആത്മാവിലാകാത്തവരുണ്ട്. നമ്മളവരെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. അവർ ഈ 21 കഴിഞ്ഞാൽ ആ ഇരിപ്പിരിക്കും. ഒന്നും പ്രാപിക്കാൻ ആഗ്രഹം ഉണ്ടല്ല എന്തെങ്കിലും പ്രാപിക്കത്തുള്ളൂ. സ്വതന്ത്രം പറഞ്ഞേ ഹല്ലേലൂയ. പക്ഷെ ഇതങ്ങോട്ട് പറഞ്ഞപ്പോഴേ കൊച്ചകത്തെന്തായി? ആത്മാവിലായി. ഉടനെ എലിസബത്ത് ഒരു പാട്ടങ്ങ് പാടി ആത്മാവിൽ. സിയോൻ ഗീതാ വലിയ പാട്ടൊന്നുമല്ല. പാട്ട് കേൾക്കണ്ടേ? നമുക്കത് കൂടെ പാടണം. സ്തോത്രം. നിന്നോട് പറഞ്ഞ വാഗ്ദത്തം നിറവേറുമെന്ന് വിശ്വസിച്ച നീ ആടി ഭാഗ്യവതി. എന്തോ പാട്ടാ. സ്തോത്രം. ദൈവം നിന്നോട് പറഞ്ഞത് നിവർത്തിക്കുമെന്ന് വിശ്വസിച്ച നീയാണ്. എല്ലാവരും പറഞ്ഞ്, ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തം നിവർത്തിക്കുമെന്ന് വിശ്വസിച്ച നീയാണ് ഭാഗ്യവതി. ആരാ ഭാഗ്യവതി? ദൈവം എന്ത് പറഞ്ഞോ അതങ്ങനെ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ പാടാൻ ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ ഒരു മനുഷ്യൻ തേണ്ടിരിക്കുന്നു. 6 മാസം എന്നോട് മിണ്ടിയിട്ട് ഒറ്റ ഇരിപ്പിരിക്കുക. പുള്ളി ആലയത്തിൽ നിന്ന് ഇറങ്ങി വന്നോണ്ടിരിക്കുക. എന്നാ നിനക്ക് മാങ്ങ വേണോ, ചക്ക വേണോ, ആഗ്രഹം വല്ലതും ഉണ്ടോ ഒന്ന് ചോദിക്കാൻ വേണ്ടി ഈ മനുഷ്യൻ മിണ്ടിയിട്ടില്ല. നീ കേട്ടിട്ടുണ്ടോ പുള്ളിയുടെ പ്രസംഗം? അയ്യോ, സ്റ്റേജിൽ കയറിയ പുള്ളി വിശ്വാസമല്ലേ പ്രസംഗിക്കുന്ന മുഴുവൻ. അബ്രഹാം ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവം അതവന് നീതിയായി കണക്കിട്ടു എന്നൊക്കെ പറഞ്ഞ് ജനത്തെ ഇളക്കുമല്ലായിരുന്നു. പിന്നെ വിശ്വാസത്തിൻ്റെ 7 പോയിന്റ് അടുക്കിന് പുള്ളി പറയുമല്ലായിരുന്നു. പക്ഷെ പുള്ളിയോടൊരു കാര്യം പറഞ്ഞപ്പോൾ ഇന്ന് വരെ വിശ്വസിച്ചിട്ട് ഇതുകൊണ്ടിരിക്കും. ഹലോ, നല്ല സ്തോത്രം പറയണം. പുള്ളി പ്രസംഗിച്ച് എല്ലാവരെയും വിശ്വസിപ്പിച്ചു. പക്ഷെ പുള്ളിയുടെ കാര്യം വന്നപ്പോൾ എടി ഒന്നുമല്ല, ഞാൻ വയസ്സിയാണെങ്കിൽ ഒരു പെണ്ണുമ്പിള്ള പുള്ളി കൊണ്ടായിരുന്നല്ലോ. നാടൻ ഭാഷയാണേ. ഒരു ഭാര്യ പുള്ളി കൊണ്ടായിരുന്നല്ലോ. നിനക്ക് ഭർത്താവ് പോലും ഇല്ലല്ലോ, എന്നിട്ട് നീ വിശ്വസിച്ചല്ലോ. ഹലോ, കൈയടിച്ച് സ്തോത്രം പറയണം. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ട് നിന്റെ കാര്യം അസാധ്യതയാ. കാരണം നിനക്ക് ഭർത്താവില്ല. എനിക്ക് ഞാൻ വയസ്സിയാണെങ്കിൽ ഈ മനുഷ്യൻ ഒരു പെണ്ണുമ്പിള്ള ഉണ്ടായിരുന്നല്ലോ, എന്നിട്ട് ഈ മനുഷ്യൻ വിശ്വസിച്ചില്ല. എടി, ഭർത്താവില്ലാഞ്ഞിട്ടും കർത്താവ് പറഞ്ഞത് നിവർത്തിയാകുമെന്ന് നീ വിശ്വസിച്ചല്ലോ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 100% പോസിറ്റീവാണ്. വിശ്വസിക്കാൻ ആരുടെ പഠിപ്പിക്കണോ? പ്രൈസ് ദി ലോർഡ്. ഇത് 1% സാധ്യതയില്ലാത്തപ്പോൾ അവള് വിശ്വസിച്ചു. അല്ലേ പിന്നെ ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് മല കയറാൻ പോകുന്നു. സ്തോത്രം. ചാർച്ചക്കാരിയെ കാണാൻ ചെന്നപ്പോൾ പറഞ്ഞ കാര്യം അകത്ത് തുള്ളുന്നത് കണ്ടു. ഇനി വാവുകൊണ്ട് സാക്ഷ്യം വേണ്ട, ആത്മാവ് കാര്യം വെളിപ്പെടുത്തുമല്ലേ. കുഞ്ഞെ, ആത്മാവ് ആ ദൂത് പറഞ്ഞതെങ്കിൽ ബാക്കിയെല്ലാം ആത്മാവല്ലേ ചെയ്യുന്നേ. നല്ല ഹല്ലേലൂയ പറഞ്ഞേ, നല്ല പോലെ ആരാധിച്ചേ. പരിശുദ്ധാത്മാവാണ് ഇടപെട്ടതെങ്കിൽ, ദൂതനായി ഇടപെട്ടതെങ്കിൽ ബാക്കിയെല്ലാം പരിശുദ്ധാത്മാവ് ചെയ്യുമല്ലേ. ഹല്ലേലൂയ. ഓ റബലബസ്. ഇന്ന് പകൽ ഈ ദൂത് കേട്ട് മടങ്ങുമ്പോൾ നീ വിശ്വസിച്ച് ആരാധിച്ചതെങ്കിൽ ആത്മാവ് നിനക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുകയാ. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? ദൂതൻ പല മണ്ഡലങ്ങളിൽ ഇന്ന് നിനക്ക് വേണ്ടി ഇറങ്ങുകയാ. ഓ ഞാൻ ഈ പകലത്തെ സെക്ഷനിൽ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ പോകുകയാ. സെക്കരിയാവേ, അവന്റെ ജനനത്തിങ്കൽ നിനക്ക്, ബാക്കി പറഞ്ഞേ, നിനക്ക് ഉല്ലാസവും സന്തോഷവും ഉണ്ടാവും. ഈ ഉപവാസം കഴിയുമ്പോൾ നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടത് ഉല്ലാസവും. ഹല്ലേലൂയ. ഞാൻ 21,800 സ്ക്വയർ ഫീറ്റുള്ള വീട് പ്രാർത്ഥിച്ച് പ്രതിഷ്ഠിച്ചു. അവരുടെ കാർ പോർച്ച് 6 കാറിടാവുന്ന പോർച്ച്. നമ്മുടെ കൊച്ചു വീടിന് പറ്റും പട്ടിക്കൂട്. 2.5 ഏക്കറിനകത്ത് അമിറ്റോ എല്ലാം കൂടെ. സ്തോത്രം.
അപ്പം തന്നെ ഞാൻ കൊച്ചു വീട്ടിൽ പോയിട്ടുണ്ട്. അവിടെ ഭയങ്കര സന്തോഷമാണ്. ഇവിടെ വലിയ സന്തോഷമൊന്നുമില്ല. ഹലോ, അപ്പം ഇവിടുത്തെ വലിപ്പത്തിലല്ല കാര്യം. ചെറുതാണെങ്കിലും മനസ്സിന് സന്തോഷമുണ്ടെങ്കിൽ സ്തോത്രം. ജീവിതത്തിൽ പ്രശ്നങ്ങൾ എല്ലാവർക്കും വരും. ഞാൻ ഇന്നലെ പ്രസംഗിച്ചപ്പോൾ ഒരു ദൂത് പറഞ്ഞു, സന്ധ്യകൾ എല്ലാവർക്കും വരും കേട്ടോ പാസ്റ്ററെ. സന്ധ്യകൾ എല്ലാവർക്കും വരും. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും. ഉഷസ്സിൽ എന്തുവാ സന്ധ്യകൾ? ഓടി നടന്ന് ചെറുക്കൻ ഒരു ചെറിയ തലവേദന സ്കൂളിൽ വെച്ച് പരിശോധിക്കാൻ ചെന്നു. അവർ പറഞ്ഞു അത്യാവശ്യം MRI എടുക്കണം. എടുത്തു. അവർ മറുപടി പറഞ്ഞു ബ്രെയിൻ ട്യൂമറാ. സ്തോത്രം. ഓടി നടന്ന ഒരു സെക്കൻഡ് കൊണ്ട് എന്തോ പോയി, സന്തോഷമെല്ലാം പോയി, കരച്ചിലായി. സന്ധ്യകൾ പെട്ടെന്ന് വരിക കേട്ടോ. ക്യാൻസറിൻ്റെ സന്ധ്യ, ട്യൂമറിൻ്റെ സന്ധ്യ, വൈറൽ ഫീവറിൻ്റെ സന്ധ്യ, കടപ്പാറകളുടെ സന്ധ്യ, അപകടങ്ങളുടെ സന്ധ്യ. എയർപോർട്ടിൽ വിളിക്കാൻ പോയതാ. സ്തോത്രം. തിരിച്ചു വന്നപ്പോൾ 4 പേര് പോയി, ഒരാളെ കിട്ടി. ഹലോ, സന്ധ്യകൾ പെട്ടെന്ന് വരും. മനസ്സിലായില്ല? ജപ്തിയുടെ സന്ധ്യ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഒരു ദൂത് സന്ധ്യ ആയപ്പോൾ യേശു മുൻപോട്ട് പോകുന്ന ഭാവം കാണിച്ചു. സന്ധ്യ വരാൻ പോവാ, മുൻപോട്ട് പോകുന്ന ഭാവം കാണിച്ചു. പോകാനല്ല, ഒരു ഭാവം കാണിച്ച ഇവന് വല്ല ആവശ്യമുണ്ടോ? ഉടനെ അവർ നിർബന്ധിച്ച്, കർത്താവേ സൂര്യൻ അസ്തമിക്കാൻ പോകുക, സന്ധ്യകൾ വരാൻ പോകുക, ഞങ്ങളെ വിട്ടു പോകല്ലേ. അവർ നിർബന്ധിച്ചപ്പോൾ അവൻ അവരുടെ കൂടെ പാർത്തു. സന്ധ്യകളിൽ നീ ഒറ്റപ്പെടരുത്. ജീവിതത്തിൻ്റെ സന്ധ്യകളിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സന്ധ്യ വരുമ്പോൾ ആരും കരഞ്ഞു പോകും. പക്ഷെ ഒരു ഉഷസ്സുണ്ട്, അത് ആനന്ദ ഹോഷ്. എല്ലാവരും പറഞ്ഞേ, അവൻ്റെ ജനനത്തിങ്കൽ പലരും ഉല്ലസിച്ച് സന്തോഷിക്കും. പലർക്കും സന്തോഷമുണ്ടാകും. അവൻ വളർന്നു കേട്ടോ. അവൻ വളർന്നപ്പോൾ പ്രസംഗിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ ആരുടെ സ്റ്റൈലല്ല, പ്രസംഗ സ്റ്റൈലൊക്കെ വേറെയാ. ഞങ്ങളാണെങ്കിൽ ഇറങ്ങിക്കഴിയുമ്പം പാസ്റ്ററെ മീനാണോ കൂട്ടുന്നത്, ചോറാണോ കഴിക്കുന്നത്, ചപ്പാത്തിയാണോ, ഷുഗറുണ്ടോ, പ്രഷറുണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാൻ ആരെങ്കിലും വേണ്ടേ? അതുകൊണ്ട് നമ്മൾ പ്രായം കുറഞ്ഞാലും കയറി ആൻറ്റിന്നും അങ്കിളിൽ നിന്നൊക്കെ വിളിക്കും. നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്, കഴിക്കണ്ടേ? പ്രൈസ് ദി ലോർഡ്. യോഹന്നാന് യോഗം കഴിഞ്ഞ് ആരുടെ ആഹാരം വേണ്ട. മരത്തിലുണ്ടെന്നൊരു കാ പൊളിച്ച് അതിനകത്ത് അരി തിന്നുക, പയർമണി പോലെ. അതിനാരും അച്ചായെന്ന് വിളിക്കണ്ടല്ലോ. ഹലോ, പാറയുടെ ഇടയ്ക്ക് ഇരിക്കുന്ന തേനെടുത്ത് കഴിക്കുക, അതിനാരും ആൻറ്റിന്ന് വിളിക്കണ്ടല്ലോ. ഹലോ, യോഗം കഴിഞ്ഞ് കവർ വേണ്ട, അതുകൊണ്ട് ആരെയും കയറി പാർസെന്ന് വിളിക്കണ്ട. പിന്നെ തുടങ്ങുന്നത് തന്നെ സർപ്പസന്ധി എന്ന് വിളിച്ചോണ്ടാ. ഹല്ലേലൂയ. കൈ അടിച്ച് സ്തോത്രം പറയണം. ശ്രദ്ധിച്ചു കേട്ടെ. ഇവിടെ ആൻറ്റിന്നും വിളിച്ച് അച്ചായെന്നും വിളിച്ചിട്ട് യോഗം കഴിയുമ്പോൾ സ്നാനമില്ല, ഹോട്ടലിൽ പോവാന്നാണ് പറയുന്നത്. പക്ഷെ അന്ന് യോഗന്ന സർപ്പസെന്ന് വിളിച്ച യോഗം കഴിയുമ്പോൾ സ്നാനക്കടവിൽ പോവാമെന്നാണ് പറയുന്നത്. എന്തോ വ്യത്യാസമാണ്. അന്ന് മാനസാന്തരം ഉണ്ടായിരുന്നു യോഗത്തിൽ. മനസ്സിലായില്ല? അന്ന് യോഗം കഴിഞ്ഞ് ഹോട്ടലിൽ പോവല്ലായിരുന്നു ഉപദേശി. യോഗം കഴിഞ്ഞ് ഉപദേശി നേരെ സ്നാനക്കടവിലോട്ടാ. ജനം ക്യൂ നിൽക്കുകയല്ലേ. മനസ്സിലായില്ല? ഈ ഉപവാസത്തിൽ അത് നടക്കണം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേര് സമർപ്പിക്കുന്നു പകൽ? കർത്താവേ, ഈ ഉപവാസത്തിൽ എനിക്ക് സ്നാനപ്പെടണം. ആ കയ്യിലും താത്തര് എല്ലാവരും കൈ പൊക്കിക്കുകയല്ലേ, ഞാൻ കൈ താപ്പിക്കുക. എനിക്ക് സ്നാനപ്പെടണം, എൻ്റെ കർത്താവിൻ്റെ മകനായി മകളായി തീരണം. ലക്ഷ്യം ചുമന്ന കാറ് മേടിക്കാനും വെളുത്ത പെണ്ണെ കെട്ടണമെന്നുമല്ല. എനിക്ക് സമാധാനം വേണം, ഉല്ലാസവും സന്തോഷവും വേണം. ഇവിടെ ബാക്കി എല്ലാം ഉണ്ട്, ഇതിൽ എന്നെ സാധിക്കാനാ. സന്തോഷമില്ലാതെ എന്നോ കിട്ടിട്ട് എന്നാ കാര്യമാണ്? അതുകൊണ്ട് എനിക്ക് സമാധാനം വേണം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? കൈ കണ്ടോട്ടെ. സ്നാനപ്പെടാല്ലെന്നേ, സമാധാനം കിട്ടാൻ, ഉല്ലാസം കിട്ടാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? നമുക്കതല്ലേ ഈ ഭൂമി വേണ്ടിയേ. അതിന് കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കണം, കർത്താവിൻ്റെ ഹിതം നീ അനുസരിക്കണം. മറ്റൊരു മാർഗ്ഗമില്ല കേട്ടോ, മറ്റൊരു വഴിയില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.
അതിപ്പോൾ യേശുക്രിസ്തു വന്നാലും സ്നാനത്തിൻ്റെ കാര്യത്തിൽ യോഹന്നാന് വേറെ വഴിയില്ല, വെള്ളത്തിറങ്ങിക്കോണം, മുങ്ങിപ്പൊങ്ങിക്കോണം. യേശു ആയതുകൊണ്ട് യോഹന്നാൻ തളിച്ചു വിട്ടില്ല. ഇത് കുടഞ്ഞു വിടുന്ന കേസല്ല. സ്വതന്ത്രം പറയണം. ഇവിടുത്തെ ഏത് വലിയ ആളാണെങ്കിലും വചനമനുസരിച്ചാൽ അവനെ വെള്ളത്തിൽ എന്ത് ചെയ്യണം? മുക്കിപ്പൊക്കണം. നല്ല സ്വതന്ത്രം പറഞ്ഞ്. അതുകൊണ്ട് ഇതുവരെ അതനുസരിക്കാത്തവരെല്ലാം അതിനു വേണ്ടി തയ്യാറാകണം. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധാനം ഒന്ന് എഴുന്നേൽക്കാം.